പ്രമാണങ്ങളുടെ 4 വിധത്തിലുള്ള പരസ്പര ബന്ധമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തത്. പ്രമാണങ്ങളുടെ ബാധ്യബാധക ഭാവം, പ്രമാണത്തിന്റെ പ്രാമാണ്യം വിരുദ്ധ പ്രമാണത്തിന്റെ പ്രാബല്യത്താൽ നഷ്ടപ്പെടുന്നതിനെയാണ് ബാധ എന്ന് പറയുന്നത്. ഏതിന്റെ പ്രാമാണ്യമാണോ നഷ്ടപ്പെടുന്നത് അത് ബാധ്യം. അത് ഏതുകൊണ്ട് നഷ്ടപ്പെടുന്നുവോ അത് ബാധകം. അങ്ങനെ പ്രമാണങ്ങളുടെ ബാധ്യബാധക ഭാവം. ഇന്ന പ്രമാണം ഇന്നതിന് ബാധകമാകുമെന്ന് നിയമമില്ല. ഒരു പ്രമാണം ബാധിച്ചു പോകാൻ കാരണം ആ പ്രമാണത്തിലുള്ള ഏതെങ്കിലും ദോഷമാണ്. ഏതെങ്കിലും ദോഷമുള്ള പ്രമാണം, സദോഷമായ പ്രമാണം ദുർബലമായിരിക്കും. നിർദോഷമായ പ്രമാണം എപ്പോഴും പ്രബലവും ആയിരിക്കും. പ്രബലമായത് ദുർബലത്തെ ബാധിക്കും എന്ന് മാത്രമാണ് നിയമം. ദുർബലത്തിന് പ്രബലത്തെ ബാധിക്കാൻ കഴിയുകയുമില്ല. ബാധ ഉണ്ടാകുന്ന വഴി എന്താണെന്ന് നോക്കുക. പ്രമാണം ദുഷ്ടമായിരുന്നാൽ ആ പ്രമാണം കൊണ്ടുണ്ടാകുന്ന ജ്ഞാനം ദോഷജന്യമായതുകൊണ്ട് മിഥ്യാജ്ഞാനം ആയിരിക്കും. അത് മിഥ്യാജ്ഞാനമാണ് എന്ന് അറിയുന്നത് വേറെ ഏതെങ്കിലും പ്രമാണം കൊണ്ടായിരിക്കുമല്ലോ, അല്ലാതെ അറിയാൻ കഴിയില്ല. ഒരു പ്രമാണം കൊണ്ടുണ്ടായ ജ്ഞാനം മിഥ്യാജ്ഞാനമാണ്. ആ ജ്ഞാനം തെറ്റാണ് എന്നറിയുന്നത് വേറെ പ്രമാണം കൊണ്ടാണ്. അങ്ങനെ ആ മിഥ്യയാണെന്ന് അറിയുന്നത് ഏത് പ്രമാണം കൊണ്ടാണോ ആ പ്രമാണമാണ് ബാധകം. അതുമൂലം പ്രാമാണ്യ ഹാനി വരുന്നത് ഏതിനാണോ ആ പ്രമാണം ബാധ്യം. ബാധ്യബാധക ഭാവത്തിന് വേറെ നിയമം കാണിക്കാൻ പറ്റില്ല. പ്രമാണത്തിന്റെ പ്രാബല്യവും ദൗർബല്യവും നോക്കിയിട്ട് മാത്രമേ ഈ ബാധ്യബാധക ഭാവം അറിയാൻ കഴിയുള്ളൂ. ദൗർബല്യം എന്ന് പറയുന്നത് പ്രമാണത്തിലുള്ള ഏതെങ്കിലും ദോഷമാണ്. എന്തെങ്കിലും ദോഷം പ്രമാണത്തിൽ ഉണ്ടായിരുന്നാൽ ആ പ്രമാണം കൊണ്ട് സാധിക്കുന്ന ജ്ഞാനം പ്രമേയായിരിക്കില്ല, അത് മിഥ്യാജ്ഞാനമായിരിക്കും, ഭ്രമം ആയിരിക്കും. അതങ്ങനെയാണെന്ന് അറിയുന്നത് വേറെ ഏതെങ്കിലും പ്രമാണം കൊണ്ടാണ്. ആ പ്രമാണം ബാധകമാണ്. അത് സദോഷമായ പ്രമാണത്തെ ബാധിച്ചു എന്ന് പറയുന്നു. ഇതാണ് ബാധയുടെ സ്വരൂപം. ബാധസ്വരൂപം ഇങ്ങനെയാണ് എങ്കിലും ചിലർ വേറെ ഒരു വാദം ഉന്നയിക്കുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ പ്രത്യക്ഷ പ്രമാണം എല്ലാ പ്രമാണങ്ങൾക്കും ബാധകമാണ്. പ്രത്യക്ഷത്തിനാവട്ടെ ഒരു പ്രമാണവും ബാധകമല്ല താനും. പ്രത്യക്ഷത്തിന് എല്ലാ പ്രമാണങ്ങളെയും ബാധിക്കാൻ പറ്റും. പ്രത്യക്ഷത്തെ ബാധിക്കാൻ വേറെ ഒരു പ്രമാണത്തിനും കഴിയില്ല. അതെന്തുകൊണ്ട്? അതിന് കാരണം പറയുന്നത് പ്രത്യക്ഷത്തെ ഉപജീവിച്ചാണ് മറ്റ് പ്രമാണങ്ങളെല്ലാം ഇരിക്കുന്നത്. പ്രത്യക്ഷമാകട്ടെ ഒന്നിനെയും ഒരു പ്രകാരത്തിലും ആശ്രയിക്കാതെ സർവതന്ത്ര സ്വതന്ത്രമായിട്ട് ഇരിക്കുന്നു. അതുകൊണ്ട് പ്രത്യക്ഷം എല്ലാ വിധത്തിലും അബാധ്യവും മറ്റെല്ലാ പ്രമാണങ്ങളും പ്രത്യക്ഷ ബാധ്യവും ആണ്. ഇതാണ് അവരുടെ വാദം. ഈ വാദം ശരിയല്ല. ഉപജീവ്യത്തിന്
മറ്റ് പ്രമാണങ്ങളുടെ ബാധയില്ല എന്ന് പറയുന്നത് മനസ്സിലാക്കാം. പക്ഷെ ഉപജീവകത്തെ ബാധിക്കും എന്ന് പറയുന്നത് ശരിയല്ല. ഉപജീവകം ഇത് പരസ്പര സംബന്ധം പറയുമ്പോൾ പറഞ്ഞതാണ്. ഉപജീവകത്തെ ബാധിക്കുന്നു എന്ന് പറഞ്ഞാൽ ഉപജീവ്യത്തിന് മുമ്പിൽ ഉപജീവകം പ്രമാണമല്ലാതെ ആകുന്നു. ഉപജീവകത്തിന് പ്രാമാണ്യം നഷ്ടപ്പെടുന്നു എന്നാണല്ലോ അർത്ഥം. അത് പ്രമാണമല്ലാതെയായി. ഉപജീവകം പ്രമാണമല്ല എന്ന് വരുമ്പോൾ ഉപജീവ്യത്തിന് എന്ത് സംഭവിക്കും? ഉപജീവകം ഉണ്ടെങ്കിൽ ഉപജീവ്യമുള്ളൂ. തന്നെ ആരെങ്കിലും ഉപജീവിക്കുന്നത് കൊണ്ടാണ് താൻ ഉപജീവ്യം ആകുന്നത്. തന്നെ ഉപജീവിച്ചിരുന്ന പ്രമാണം ഏതോ അതിന് താൻ തന്നെ സ്വരൂപഹാനി വരുത്തിയാൽ തനിക്ക് പിന്നെ ഉപജീവകമില്ല. ഉപജീവകമില്ലാത്തത് കൊണ്ട് തനിക്ക് ഉപജീവ്യത്വവും ഇല്ല. ഉപജീവകത്തിന് സ്വരൂപഹാനി വരുമ്പോൾ ഉപജീവ്യത്തിന്റെ ഉപജീവ്യത്വം നഷ്ടമായി പോകുന്നു. അത് ഉപജീവ്യമല്ല എന്ന് വരുന്നു. അപ്പോൾ ഉപജീവ്യം എന്ന നിലയ്ക്ക് പിന്നെ അതില്ല. അതിന്റെ പ്രാമാണ്യം തുടരും, പക്ഷേ അത് ഉപജീവ്യമല്ല. ഉപജീവ്യത്തിനും സ്വരൂപഹാനി വരുന്നു. ഉപജീവ്യത്വം എന്ന സ്വരൂപം പിന്നെ ഇല്ലല്ലോ. ഉപജീവകത്തിന് സ്വരൂപഹാനി വന്നാൽ ഉപജീവ്യത്തിനും സ്വരൂപഹാനി വരും. ഇതാണ് സ്ഥിതി. ഇങ്ങനെ സംഭവിക്കുമോ? ഇങ്ങനെ സംഭവിക്കുന്നതിന് ഒരു യുക്തിയുമില്ല. അതുകൊണ്ട് ഉപജീവ്യോപജീവകങ്ങളിൽ ഒന്ന് മറ്റേതിൻ്റെ ബാധ്യമോ ബാധകമോ ആവില്ല എന്ന് മാത്രമല്ല, ഈ പ്രമാണങ്ങളുടെ 4 വിധമായ പരസ്പര ബന്ധങ്ങൾ പറഞ്ഞതിൽ ഏതെങ്കിലും ഒരു സംബന്ധം ഉള്ളയിടത്ത് ആ സംബന്ധം ഏത് പ്രമാണങ്ങൾക്ക് തമ്മിൽ ആണോ അവയിലെ ഒരു പ്രമാണം വേറൊരു പ്രമാണത്തിന്റെ ബാധ്യമോ ബാധകമോ ആകാൻ പറ്റില്ല. ഇതാണ് സത്യം. പക്ഷേ ചില ആളുകൾ ഇങ്ങനെ വാദിക്കുന്നു. സാങ്കത്യം നോക്കാതെയുള്ള വാദമാണ് എന്ന് വ്യക്തം. ഇപ്പോൾ ശാസ്ത്രത്തിൽ എങ്ങനെയാണ് ഒരുപാട് കപട ശാസ്ത്രങ്ങളുള്ളത്. അവയിൽ ഒന്നാണ് അത് എന്ന് മാത്രം വിചാരിച്ചാൽ മതി. ശബ്ദപ്രമാണം കൊണ്ട് പ്രത്യക്ഷത്തിന് ബാധയുണ്ടാകും. നമ്മൾ പ്രധാനമായിട്ടും ശബ്ദപ്രമാണം ചിന്തിക്കുമ്പോൾ പഠിച്ചിരിക്കേണ്ട ഒരു വിഷയം ഇതാണ്. ശബ്ദപ്രമാണം കൊണ്ട് പ്രത്യക്ഷത്തിന് ബാധയുണ്ടാകുമെന്ന് ആണ് രാക്ഷസവിദ്യയുടെ വാദം. രാക്ഷസവിദ്യക്കാർക്ക് വളരെ പ്രിയപ്പെട്ട വാദമാണ് ശബ്ദം. കയറിൽ സർപ്പപ്രത്യക്ഷം ഉണ്ടാകുന്നു. മുമ്പ് പറഞ്ഞ വ്യവസ്ഥ അനുസരിച്ച് മന്ദാന്ധകാരത്തിൽ കയറ് കാണുന്നു. കയറാണ് തിരിച്ചറിയാനുള്ള വെളിച്ചമില്ല. ആ കയറിന് പാമ്പിനോടുള്ള രൂപസാദൃശ്യം കാരണം മുമ്പ് കണ്ട പാമ്പിന്റെ ഓർമ്മ ഉണർത്തപ്പെട്ട് ഈ മുമ്പിൽ കിടക്കുന്നത് പാമ്പാണ് എന്ന തെറ്റിദ്ധാരണ ഉണ്ടാകുന്നു. ഇങ്ങനെ രജ്ജു സർപ്പഭ്രാന്തി ഉണ്ടാകുന്നു. ഇങ്ങനെ കയറിൽ സർപ്പപ്രത്യക്ഷം ഉണ്ടാകുന്നു. ഇങ്ങനെ സർപ്പപ്രത്യക്ഷം ഉണ്ടാകുന്നിടത്ത് ഇത് സർപ്പമല്ല എന്ന ആപ്തന്റെ വാക്യം കൊണ്ട് ഈ പ്രത്യക്ഷത്തിന് ഹാനി വരുന്നു. ആ പ്രത്യക്ഷം ബാധിച്ചു പോകുന്നു. ഇത് സർപ്പമല്ല എന്ന ജ്ഞാനം ഈ സർപ്പഭ്രാന്തിക്ക് ഇരയായ ആൾക്ക് ഉണ്ടാകുന്നു എന്നാണ് വേദാന്തത്തിന്റെ വാദം. ഇത് സർപ്പമാണെന്ന് ഭ്രാന്തനാണ് പറയുന്നതെങ്കിൽ അപവാദം ഉണ്ടാവില്ല, ആപ്തൻ പറയണം. ഇത് വളരെ രസം. ഈ ആപ്തന്റെ വിപരീതമായിട്ട് എല്ലായിടത്തും പറയുന്നത് ഭ്രാന്തനെയാണ്. അപ്പൊ ഭ്രാന്തില്ലാത്തവരൊക്കെ ആപ്തന്മാരാണ് എന്നാണോ അവരുടെ താല്പര്യം? ആപ്തനല്ലാത്തവരൊക്കെ ഭ്രാന്തന്മാരാണ് എന്നും താല്പര്യമുണ്ടോ?
എങ്ങനെയാണ് ഈ ഭ്രാന്തൻ ആപ്തന്റെയോ ആപ്തൻ ഭ്രാന്തന്റെയോ പ്രതിയോഗിയാകുന്നത് എന്ന് എത്ര ആലോചിച്ചാലും പിടികിട്ടില്ല. പക്ഷെ എങ്ങനെയാണ് പറഞ്ഞു വരുന്നത്? പ്രത്യക്ഷത്തിന് ബാധയുണ്ടാകുക. പ്രത്യക്ഷബാധയെ കുറിച്ച് വേറെ ഒരു വാദം വേദാന്തത്തിലും ബാക്കി എല്ലായിടത്തും കാണാം, എല്ലാ കപടശാസ്ത്രങ്ങളിലും ഉള്ളത്. അത് ഇന്ദ്രിയത്തിന്റെ ദോഷം കൊണ്ട് ഉണ്ടാകുന്ന മിഥ്യാപ്രത്യക്ഷം ശബ്ദപ്രമാണം കൊണ്ട് ബാധിക്കുമോ? നിർദോഷമായ കണ്ണിനുണ്ടാകുന്ന പ്രത്യക്ഷം ശബ്ദത്തെ ബാധിക്കും. ഇങ്ങനൊരു വാദം. ഇത് എത്രമാത്രം ശരിയാണെന്ന് നോക്കാം. സദോഷമായ ഇന്ദ്രിയത്തിന് ഉണ്ടാകുന്ന പ്രത്യക്ഷത്തിനും മാത്രമാണോ ബാധ ഉണ്ടാകുന്നത്? അതോ നിർദോഷമായ ഇന്ദ്രിയം കൊണ്ട് ഉണ്ടാകുന്ന പ്രത്യക്ഷത്തിനും ബാധ ഉണ്ടാകുമോ എന്നാണ് പരിശോധിക്കേണ്ടത്. ഒരു ദോഷവും ഇല്ലാത്ത കണ്ണുകൊണ്ട് നമ്മൾ മേൽപോട്ട് നോക്കിയാൽ മുകളിൽ നീല ആകാശം കാണുന്നു. അതേ നിർദോഷമായ കണ്ണുകൊണ്ട് കടലിലെ വെള്ളം നീല നിറമായിട്ട് കാണുന്നു. അതേ നിർദോഷമായ കണ്ണുകൊണ്ട് മരുഭൂമിയിൽ വെള്ളം കാണുന്നു. മരീചിക, കാനൽ ജലം. നിർദോഷമായ കണ്ണാണ് കാണുന്നത്, സദോഷമായ കണ്ണല്ല കാണുന്നത്. പക്ഷെ അത് ശരിയാണോ? ഈ പ്രത്യക്ഷം അബാധ്യമാണോ അതോ ബാധ്യമാണോ? വിഷയ സാമീപ്യത്തിൽ കണ്ണിനുണ്ടാകുന്ന വിഷയജ്ഞാനം അതുപോലെ ചെവിക്കും മൂക്കനും നാക്കിനും എല്ലാം ഉണ്ടാവും. ഇന്ദ്രിയങ്ങൾക്കുണ്ടാകുന്ന ജ്ഞാനം, കരണ പ്രത്യക്ഷം. ഉടനെ തന്നെ ഒരു തീരുമാനം ഉണ്ടാകുന്നു. ഇതാ നീല ആകാശം കാണും, മരുഭൂമിയിൽ ഇവിടെ ഇത്ര ദൂരത്തിൽ മുമ്പിൽ വെള്ളം കാണും, കടലിലെ വെള്ളം നീലയാണ്. ഈ തീരുമാനങ്ങളെല്ലാം ഉടനുടനെ ഇന്ദ്രിയങ്ങളിൽ തന്നെ ഉണ്ടാകുന്നു. ഒരു പ്രോസസ്സിങ് നടക്കുന്നില്ല, ഒരു പ്രക്രിയ അവലംബിച്ചുണ്ടായി വരുന്നതല്ലാതെ ഉടനെ തന്നെ ഉണ്ടാവുകയാണ്. ഇതിനെ കരണ വ്യവസായം എന്ന് പറയുന്നു. വ്യവസായം, തീരുമാനം, നിശ്ചയം. ആ കണ്ണ് തന്നെ നിശ്ചയിച്ചു, ഇത് നീല ആകാശം. ഇതാണ് കരണ വ്യവസായം എന്ന് പറയുന്നത്, ഇന്ദ്രിയത്തിന്റെ തീരുമാനം. അത് ശരിയാകണം എന്നില്ല. കരണദോഷം കൊണ്ട് തെറ്റായ പ്രതീതി ഉണ്ടാകും. കരണത്തിന് ഒരു ദോഷവും ഇല്ല എങ്കിലും ഉപരിപ്ലവമായ കരണാനുഭവത്താൽ തെറ്റായ നിശ്ചയം ഉണ്ടാകാം. അങ്ങനെ ഉണ്ടാകുന്ന നിശ്ചയമാണ് ഈ നീലാകാശവും കടൽ വെള്ളത്തിന്റെ നീല നിറവും മരുഭൂമിയിലെ വെള്ളവും ഒക്കെ. ഈ 3 ഉദാഹരണങ്ങളിലും നിർദോഷമായ കണ്ണിനാണ് ഈ പ്രത്യക്ഷങ്ങൾ 3 ഉണ്ടാകുന്നത്. ഇതൊരു ജ്യോതിഷ പ്രതിഭാസമാണ്, ഒപ്റ്റിക്കൽ ഫിനോമിന. ഈ ജ്യോതിഷ പ്രതിഭാസങ്ങളാൽ ഇങ്ങനെയുള്ള തെറ്റായ പ്രത്യക്ഷം കണ്ണിന് ഉണ്ടാകുന്നു, ഭ്രാന്തി ഉണ്ടാകുന്നു. ഇത് ഭ്രാന്തിയാണ് എന്നറിയുന്നത് പര്യന്തികമായ പഠനം കൊണ്ടാണ്. പ്രത്യക്ഷമായിട്ടും അറിയാം. അപ്പോൾ കടലിലെ വെള്ളം കുറച്ച് കോരിയെടുത്തിട്ട് നോക്കി കയ്യിൽ അല്ലെങ്കിൽ സ്ഫടിക പാത്രം നോക്കി കഴിഞ്ഞാൽ നിറം ഉണ്ടാവില്ല. അല്ലാതെ തന്നെ ഇത് എങ്ങനെയാണ് ഉണ്ടാകുന്നത് എന്ന വിജ്ഞാനം കൊണ്ട് അറിയാം. അതായത് ഈ ജ്യോതിഷ പ്രതിഭാസത്തിന്റെ
ഒപ്റ്റിക്കൽ ഫിനോമിനന്റെ ജ്ഞാനം ശാസ്ത്രം കൊണ്ട് സമ്പാദിക്കാം. അപ്പോഴും ഈ പ്രത്യക്ഷം ബാധിച്ചു പോവും. പ്രത്യക്ഷം ബാധിക്കുമെന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ആ പ്രത്യക്ഷം പിന്നെ ഉണ്ടാവില്ല എന്നല്ല. പിന്നെയും മുകളിൽ നോക്കിയാൽ നീലാകാശം തന്നെ കാണും. പിന്നെയും കടലിലേക്ക് നോക്കുമ്പോൾ വെള്ളത്തിന് നീല നിറം തോന്നും. പിന്നെയും മരുഭൂമിയിൽ വെള്ളമുണ്ട് എന്ന് തോന്നും. അതിനൊരു നാശവും വരുന്നില്ല. അവിടെ ബാധിച്ചു പോയി എന്ന് പറയുന്നത് ജ്ഞാനമാണ്, അല്ലാതെ ആ ജ്ഞാനം ഉണ്ടാക്കിയ വിഷയത്തിന് ബാധയില്ല. അതവിടെ തന്നെ ഉണ്ടാവും. അപ്പൊ ജ്ഞാനം ഉണ്ടായാൽ പിന്നെ ജഗത്ത് ഇല്ലാണ്ടാവും എന്നൊക്കെ പറയുന്നത് അതൊരു മിഥ്യാജ്ഞാനമാണ്. ജഗത്തില്ലാതെ ഒന്നും ആവില്ല. ജഗത്ത് ഇങ്ങനെ തന്നെ ഉണ്ടാവും. പക്ഷെ ആ ജഗത്ത് കാണുന്ന ഓരോ പദാർത്ഥവും പരസ്പര ഭിന്നമായിട്ട് ഇതരേതര സ്വതന്ത്രങ്ങളായിട്ട് അതിൽ തന്നെ പൂർണ്ണമായിട്ട് ഇതര സംബന്ധം ഇല്ലാതെ ഉള്ള പല വിഷയങ്ങൾ അല്ല. ഇവയെല്ലാം ഇതരേതര സാപേക്ഷങ്ങളാണ്. ഇവയ്ക്ക് ഒരു സാർവലൗകികമായ സാപേക്ഷത ഉണ്ട്, യൂണിവേഴ്സൽ റിലേറ്റിവിറ്റി ഉണ്ട്. ഇതെല്ലാം ഒരു കാരണം ഉത്ക്രമിച്ച് ഉണ്ടായ പല കാര്യങ്ങളാണ്. അതുകൊണ്ട് കാര്യതലത്തിൽ ഇവയെല്ലാം ഭിന്നങ്ങളാണ് എങ്കിലും കാരണതലത്തിൽ ഈ ഭേദമൊന്നും ഇല്ല. എവിടെയെല്ലാം ഒന്നാണ്. അതുകൊണ്ട് പരമാർത്ഥത്തിൽ ഈ ജഗത്ത് ഒറ്റ വസ്തുവാണ്. ഇങ്ങനെ ജഗത്തിന്റെ മൗലികമായ ഏകത്വം, ഫണ്ടമെന്റൽ യൂണിറ്റി ഓഫ് ദി യൂണിവേഴ്സ് എന്ന അനുഭവമാണ് പരമാർത്ഥ ജ്ഞാനം കൊണ്ട് ഉണ്ടാകുന്നത്. ആ ജ്ഞാനം ഉണ്ടായവർ നോക്കുമ്പോഴും ഈ ജഗത്ത് ജ്ഞാനം ഇല്ലാത്തവർ കാണുന്നത് പോലെ തന്നെ കാണപ്പെടും. ജഗത്തിന് ഒരു മാറ്റവും വരില്ല. ജഗത്ത് എന്ന കാര്യത്തിന് മാറ്റമേ ഇല്ല. ജഗത്ത് എന്ന കാര്യത്തിന്റെ സ്വരൂപം ഇത് കാണുന്നവൻ മനസ്സിലാക്കുന്നുണ്ടോ ഇല്ലയോ എന്നതിനെ ആശ്രയിച്ചിരിക്കുന്നില്ല. അത് ജഗത്തിന്റെ സ്വരൂപമാണ്, അതങ്ങനെ തന്നെ ഇരിക്കും. കാര്യത്തിന്റെ സ്വരൂപമാണ് നമ്മൾ കാണുന്നത്. കാരണത്തെ നമ്മൾ കാണുന്നില്ല. ഇതിങ്ങനെ കാണുമ്പോൾ ജഗത്തിന്റെ കാരണത്തെ നമ്മൾ കാണുന്നില്ല. കാരണം എന്താണെന്ന് അറിയുന്നില്ല. കാരണം എന്താണെന്ന് ആരാഞ്ഞ് അറിയുമ്പോഴാണ് ഇതെല്ലാം ഒന്നിൻ്റെ തന്നെ നാനാരൂപത്തിലുള്ള ആവിഷ്കാരങ്ങളാണ്. വാസ്തവത്തിൽ ജഗത്തൊരൊറ്റ പരമാർത്ഥമാണ്. എവിടെ? കാരണതലത്തിൽ. അപ്പൊ കാരണമൊന്ന്, കാര്യങ്ങള് പലത്. ഇങ്ങനെ അറിയുന്നു. അങ്ങനെ അറിഞ്ഞയാളും ഈ ജ്ഞാനത്തോടു കൂടി ജഗത്തിനെ കാണുന്നു എന്നല്ലാതെ അയാളുടെ കാഴ്ചയിൽ വ്യത്യാസമില്ല. അയാൾ നോക്കുമ്പോഴും പലത് പലതായിട്ട് തന്നെ ഇരിക്കും. എല്ലാം ഇതേ രൂപത്തിലും ഇതേ ഭാവത്തിലും തന്നെ ഇരിക്കും. അതിനൊരു മാറ്റവും വരില്ല. പക്ഷെ അങ്ങനെ കാണുമ്പോഴും ഈ കാണുന്നതല്ല ഇതിൻ്റെ പരമാർത്ഥം. കാര്യരൂപത്തിൽ ഇങ്ങനെ അത്യന്ത വിരുദ്ധങ്ങളായിട്ടിരിക്കുന്ന ഇവയൊക്കെയും കാരണം എന്ന നിലയ്ക്ക് ഒന്നു തന്നെയാണ്. ഒരു കാരണമേ ഉള്ളൂ ഇവയ്ക്കെല്ലാം. അത് പരിണമിച്ചാണ് എല്ലാമായത്. എന്നാൽ ജ്ഞാനവും കൂടി ഉണ്ടാകും എന്നേ ഉള്ളൂ. അപ്പൊ ജ്ഞാനത്തോടു കൂടി കാണുക, ജ്ഞാനം ഇല്ലാതെ കാണുക എന്ന വ്യത്യാസമേ ഉള്ളൂ. അല്ലാതെ കാഴ്ചയിൽ വ്യത്യാസമില്ല. ജ്ഞാനിയും അജ്ഞാനിയും ലോകത്തെ പിന്നെയും ഒരേപോലെ തന്നെ കണ്ടുകൊണ്ടിരിക്കും. ഇത് തന്നെയാണ് ഈ കടൽ വെള്ളത്തിലും ആകാശത്തിന്റെ നിലനിറത്തിലും എല്ലാം ഉള്ളത്. പ്രത്യക്ഷത്തെ ബാധിച്ചു എന്ന് പറയുമ്പോൾ അവിടെ ഈ പ്രത്യക്ഷമായി കണ്ട നീലാകാശം എന്ന പ്രതീതി അത് മിഥ്യാപ്രതീതിയാണ്. വാസ്തവത്തിൽ അങ്ങനെ നീലയായ ആകാശമില്ല. അവിടെ ദൃഷ്ടി നിലച്ചു പോകുന്നത് കൊണ്ട് നമുക്ക് നീലനിറം തോന്നുക മാത്രമാണ് ചെയ്യുന്നത് എന്ന് അറിയുന്നു. അപ്പൊ നീലാകാശം കാണുന്ന സമയത്തും അങ്ങനെയൊന്നും വാസ്തവത്തിൽ ഇല്ല. എൻ്റെ ദൃഷ്ടി
അവിടെ വരെ എത്തുള്ളൂ. അവിടെ ദൃഷ്ടി അവസാനിക്കുന്നു. ദൃഷ്ടിയുടെ അതിരാണ്. കാഴ്ച അവിടെ വരേക്ക് പോകുള്ളൂ, അതിനപ്പുറം കാണില്ല. എവിടെ കാഴ്ച അവസാനിക്കുന്നുവോ, ദൃഷ്ടിയുടെ അതിർത്തി എവിടെയാണോ അവിടെ നീലനിറം തോന്നുന്നു. ഇതാണ് ഈ പ്രതിഭാസം. അപ്പൊ പ്രതിഭാസത്തെ അറിഞ്ഞുകൊണ്ട് ചിലർ കാണുന്നു, അത് അറിയാതെയും ചിലർ കാണുന്നു എന്ന വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പൊ നിർദോഷമായ ഇന്ദ്രിയങ്ങൾക്ക് ഉണ്ടാകുന്ന പ്രത്യക്ഷവും സമ്യക് ജ്ഞാനത്താൽ ബാധിച്ചു പോകും എന്നാണ് നമ്മളിവിടെ മനസ്സിലാക്കുന്നത്. ഇങ്ങനെ മനനം ചെയ്ത് സാക്ഷാത്കരിച്ച അറിവ്, ഇതാണ് പ്രത്യക്ഷത്തിന് ബാധയാകുന്നത്, അല്ലാതെ വാക്യമല്ല. ഇതാണ് ഇനി ചിന്തിക്കുന്ന വിഷയം. ശബ്ദപ്രമാണം കൊണ്ട് പ്രത്യക്ഷത്തിന് ബാധയുണ്ടാകുമെന്ന വാദം ശരിയാണോ? ശബ്ദത്തിന് പ്രത്യക്ഷത്തെ ബാധിക്കാൻ കഴിയുമോ? കഴിയില്ല എന്നല്പം ആലോചിച്ചാൽ മനസ്സിലാവും. പ്രത്യക്ഷത്തെ ശബ്ദപ്രമാണത്തിന് ബാധിക്കാൻ കഴിയില്ല. വാക്യം പറയുന്നത് ഭ്രാന്തനാണോ ആപ്തനാണോ എന്ന് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആര് പറഞ്ഞാലും ശബ്ദപ്രമാണത്തിന് പ്രത്യക്ഷത്തെ ബാധിക്കാൻ കഴിയില്ല. പ്രത്യക്ഷം അത്രയ്ക്ക് പ്രബലമാണ്. ശബ്ദത്തിന് ഒരിക്കലും പ്രത്യക്ഷത്തിന്റെ പ്രാബല്യം കിട്ടില്ല. കാരണം ശബ്ദം, അതായത് വാക്യം ഉണ്ടാകണമെങ്കിൽ ആദ്യം തന്നെ ആ വാക്യം കൊണ്ട് പറയുന്ന ജ്ഞാനം ഉണ്ടാകണം. ജ്ഞാനം ഉണ്ടായ ആൾ തൻ്റെ ജ്ഞാനം പ്രകാശിപ്പിക്കാൻ വേണ്ടി വാക്യം രചിക്കുന്നു. അല്ലാതെ തനിക്ക് ഇല്ലാത്ത ജ്ഞാനം ആർക്കും ഒരു വാക്യത്തിലും പറയാൻ കഴിയില്ല. അപ്പോൾ എവിടെ വാക്യമുണ്ടോ ആ വാക്യം ഉണ്ടാകുന്നതിന് മുൻപ് ആ വാക്യത്തിൽ പ്രതിപാദിക്കുന്ന അറിവോട് കൂടിയ വക്താവ് ഉണ്ടായിരുന്നു. ആ വക്താവാണ് ആ വാക്യം പറഞ്ഞത്. അപ്പൊ ശബ്ദപ്രമാണം ഉണ്ടായത് വേറെ ഏതോ പ്രമാണം കൊണ്ട് അറിഞ്ഞ പ്രമാതാവ് വാക്യം രചിച്ചപ്പോഴാണ്. അതിനു മുമ്പ് വാക്യമില്ല. അപ്പൊ ശബ്ദപ്രമാണം കൊണ്ട് പറയപ്പെടുന്ന അറിവ് ഏത് പ്രമാണം കൊണ്ടാണ് ഉണ്ടായത് ആ പ്രമാണമാണല്ലോ മൗലികം. ആ പ്രമാണത്തിന്റെ ജന്യമാണല്ലോ ശബ്ദം. ആ പ്രമാണം ഏതാണെന്ന് നോക്കിയാൽ അത് ഒന്നുകിൽ പ്രത്യക്ഷം അല്ലെങ്കിൽ അനുമാനം. പ്രത്യക്ഷം കൊണ്ടോ അനുമാനം കൊണ്ടോ അറിഞ്ഞതിനെ മാത്രമാണ് വക്താവ് പറയുന്നത്. അപ്പൊ ശബ്ദപ്രമാണത്തിൽ നിന്നോ പ്രത്യക്ഷ പ്രമാണത്തിൽ നിന്നോ ഉണ്ടായതാണ് ശബ്ദപ്രമാണം. സ്വതന്ത്രമായിട്ട് ശബ്ദപ്രമാണത്തിന് ഉണ്ടാവാൻ കഴിയില്ല. പ്രത്യക്ഷത്തിൽ നിന്നോ അനുമാനത്തിൽ നിന്നോ ആണ് ജ്ഞാനം ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഈ രണ്ട് പ്രമാണങ്ങളെയും പ്രാഥമിക പ്രമാണങ്ങൾ എന്ന് പറയുന്നു. ഇനി ആ രണ്ടിൽ വെച്ച് പ്രത്യക്ഷം കൂടാതെ അനുമാനം ഉണ്ടാവില്ല. അനുമാനം ഉണ്ടാകണമെങ്കിൽ പക്ഷജ്ഞാനം വേണം. പക്ഷം പ്രത്യക്ഷം കൊണ്ട് മാത്രമേ അറിയപ്പെടുന്നുള്ളൂ. പക്ഷധർമ്മതാജ്ഞാനം വേണം. ആ പക്ഷത്തിൽ ഹേതുണ്ട് എന്നറിവുണ്ടാവണം. അതും പ്രത്യക്ഷം കൊണ്ട് തന്നെയാണ്. പർവ്വതത്തിൽ പുകയുണ്ട്, പർവ്വതം കാണുന്നു, പർവ്വതത്തിൽ പുകയും കാണുന്നു, രണ്ടും പ്രത്യക്ഷമാണ്. ഇങ്ങനെ കാണുന്ന ആൾക്ക് ഇതുകൊണ്ട് മാത്രം അനുമാനം ഉണ്ടാവില്ല. പുകയുള്ളയിടത്ത് തീയുമുണ്ട് എന്ന അറിവ് നേരത്തെ തന്നെ ഉണ്ടാകണം. ഏത് വ്യാപ്തിജ്ഞാനം ഉണ്ടാകണം. വ്യാപ്തിജ്ഞാനം എങ്ങനെ ഉണ്ടാവും? വ്യാപ്തിജ്ഞാനം പുകയുള്ളയിടത്തൊക്കെ തീയുണ്ട് എന്ന നിയമേന കണ്ട് 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 ഉണ്ടായതാണ്. പ്രത്യക്ഷം കൊണ്ടാണ് വ്യാപ്തിജ്ഞാനം ഉണ്ടായത്. അപ്പൊ പക്ഷജ്ഞാനം, ഹേതുജ്ഞാനം, വ്യാപ്തിജ്ഞാനം, ഇത് മൂന്നും പ്രത്യക്ഷം കൊണ്ട് ഉണ്ടായി കഴിഞ്ഞാൽ മാത്രമാണ് ഒരുത്തന് അനുമതി ഉണ്ടാകുന്നത്. അല്ലാതെ ഉണ്ടാവില്ല. അപ്പൊ പ്രത്യക്ഷത്തിൽ നിന്നാണ് അനുമതി ഉണ്ടാകുന്നതെന്നും പറയാം.
ഇതാണ് പ്രത്യക്ഷത്തിന്റെ മൗലികത്വം. ഇതാണ് പ്രത്യക്ഷത്തിന്റെ പരമപ്രാബല്യം. അത്രയും പ്രബലമായ പ്രത്യക്ഷത്തെ ശബ്ദം ബാധിക്കുമെന്നാണ് വേദാന്തത്തിന്റെ വാദം. വേറെയും കപടശാസ്ത്രങ്ങൾ അങ്ങനെ പറയുന്നുണ്ടാകാം. അതെത്രമാത്രം ശരിയാണ് നമുക്കൊന്നും കൂടി സൂക്ഷ്മമായിട്ട് പരിശോധിക്കാം. വാസ്തവത്തിൽ പ്രത്യക്ഷത്തെ ബാധിക്കുന്നത് എന്താണ്? ശബ്ദമാണോ ബാധിച്ചത്, അതോ വേറെ വല്ലതുമാണോ ബാധിച്ചത്? വേദാന്തത്തിൽ സാധാരണ പറയുന്ന ഒരു ഉദാഹരണം ഉണ്ട്. ഈ ശബ്ദം പ്രത്യക്ഷത്തെ ബാധിക്കുമെന്ന് കാണിക്കാൻ വേണ്ടി പ്രയോഗിക്കുന്ന ഉദാഹരണം. അത് ദശമൂഢചരിതം എന്ന ഒരു കഥയാണ്. ദശമൂഢചരിതം, 10 വിഡ്ഢികളുടെ കഥ. 10 വിഡ്ഢികൾ കൂടി ഉല്ലാസയാത്രയ്ക്ക് പുറപ്പെട്ടു. അങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോ ഒരു നദിയുടെ തീരത്ത് ചെന്നു. അപ്പൊ ചിലർ പറഞ്ഞു, നമുക്ക് ഈ പുഴയിലിറങ്ങി നീന്താം. എല്ലാവർക്കും ഇഷ്ടമായി. 10 പേരും ആ പുഴയിലേക്ക് എടുത്തിയായി നീന്തി. ഈ പുഴ നീന്തി അക്കരെ കിടക്കാം. അങ്ങനെ നീന്തി അക്കരെ ചെന്നു. കയറി കഴിഞ്ഞപ്പോ ഒരു മൂഢൻ പറഞ്ഞു, അതെ, നമുക്കൊന്ന് എണ്ണ എടുക്കാം. നമ്മൾ 10 പേര് നീന്തി എത്തിയിട്ടുണ്ടോ, അതോ ആരെങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ടോ, ആരെങ്കിലും പുഴയിൽ മുങ്ങിപ്പോയിട്ടുണ്ടോ എന്നറിയണ്ട. ഒന്നാ താൻ തന്നെ എണ്ണിക്കോളാതെ. അപ്പൊ അയാൾ എണ്ണി. അയാൾ മുമ്പിലുള്ള ആളുകളെ എണ്ണി നോക്കിയപ്പോ 9 പേരേ ഉള്ളൂ. അയാളാകെ വിഷണ്ണനായി. എന്താ പറ്റിയെന്ന് ചോദിച്ചപ്പോ, അതെ, നമ്മൾ 9 പേരേ ഉള്ളൂ കേട്ടോ, ഒരാളെ കാണാതായിട്ടുണ്ട്. അയ്യോ, എന്നാ വേറൊരാൾ എണ്ണാൻ പറഞ്ഞു. അയാൾ എണ്ണി നോക്കിയിട്ട് പറഞ്ഞു, 9 പേര് എണ്ണിയുള്ളൂ. അപ്പൊ മൂന്നാമതൊരാളെ കൊണ്ട് എണ്ണീച്ചു. ഇങ്ങനെ എത്ര പേര് എണ്ണീട്ടും 9 തന്നെയുള്ളൂ. അപ്പൊ ഒരാള് നഷ്ടപ്പെട്ടു എന്ന് തീർച്ചയാക്കി അവരെല്ലാവരും അവിടെ നിന്ന് കരയാൻ തുടങ്ങി. അപ്പൊ ഒരു ബുദ്ധിമാനാ വഴിക്ക് വന്നു. അയാളിങ്ങനെ വരുമ്പോ പുഴയുടെ തീരത്ത് കുറെ ചെറുപ്പക്കാരൻ എന്നിട്ട് കരയണു. ഇതെന്താ ഒരു കരയാൻ കാരണം ചോദിച്ചു. അവരടുത്തേന്ന് ചോദിച്ചു, എന്താ കരയണത്? അത് ഞങ്ങൾ 10 പേര് കൂടി പുറപ്പെട്ടത് അക്കരയിൽ ഈ പുഴ ഇറങ്ങി നീന്തി വരുമ്പോ 9 പേരേ ഉള്ളൂ, ഒരാള് പുഴയിൽ മുങ്ങിപ്പോയി. ആ ബുദ്ധിമാൻ പറഞ്ഞു, ശരി, ഒന്നും കൂടി എണ്ണി നോക്കാം. എന്നിട്ട് ഒരാൾ പറഞ്ഞു, അത് എണ്ണി നോക്കാം, അത്ര പേരില്ല. അയാൾ വീണ്ടും എണ്ണി. മുമ്പിൽ കണ്ട എല്ലാവരും എണ്ണി നോക്കി 9 പേര് എന്ന് പറഞ്ഞു. 9 പേര് എന്ന് പറഞ്ഞപ്പോ ഈ ബുദ്ധിമാൻ അയാളുടെ കൈ പിടിച്ച് അയാളുടെ തന്നെ നെഞ്ചത്ത് വെച്ചിട്ട് പറഞ്ഞു, 10ാമൻ നീയാണ്, ദശമസ്ത്വമസി, ദശമഹ ത്വം അസി, 10ാമൻ നീയാണ്. എണ്ണിയ ആളുകളാരും അവനവനെ കൂട്ടിയില്ല. കണ്ട 9 പേരെ എണ്ണി. ഈ എണ്ണുന്നവനായ താനും കൂടി അതിൽ പെടുന്ന ചിന്തിക്കണ്ടേ. അവർ മൂഢന്മാരായതുകൊണ്ട് അങ്ങനെ ചിന്തിച്ചില്ല. ഈ ബുദ്ധിമാൻ എണ്ണുന്നവനെ 10ാമൻ താനാണ് എന്ന് ബോധിപ്പിച്ചു. അപ്പൊ വേദാന്തം പറയുന്നത് ദശമസ്ത്വമസി എന്ന വാക്യം 9 പേരേ ഉള്ളൂ എന്ന പ്രത്യക്ഷത്തെ ബാധിച്ചു എന്നാണ്. 9 പേരേ ഉള്ളൂ എന്ന വാക്യം ആണോ ബാധിച്ചത്? വാക്യമല്ല ബാധിച്ചത്. 10ാമൻ നീയാണ് എന്ന വാക്യം കേട്ടപ്പോൾ ആ കേട്ട ആളുടെ ഉള്ളിൽ 10ാമൻ ഞാനാണ് എന്ന മാനസ പ്രത്യക്ഷമുണ്ടായി. അയാൾ മനസ്സുകൊണ്ട് നേരെ കണ്ടു, 10ാമൻ ഞാനാണ്, ദശമോഹമസ്മി, 10ാമൻ ഞാനാണ് എന്ന ജ്ഞാനം അയാൾക്കുണ്ടായി. 10ാമൻ ഞാനാണ് എന്നത് പ്രത്യക്ഷമാണല്ലോ.
അനുഭവമാണല്ലോ. ഈ അനുഭവം, പത്താമൻ ഞാനാണ് എന്ന അനുഭവമാണ് മിഥ്യാജ്ഞാനത്തെ ബാധിച്ചത്. ഈ വാക്യം കേട്ടാലും അനുഭവം ഉണ്ടാകുന്നില്ലെങ്കിൽ പ്രത്യക്ഷത്തിന് ബാധ ഉണ്ടാവുമോ? ഇപ്പൊ വളരെ സരളമായിട്ടുള്ളത്, ആർക്കും കേട്ട അനുഭവം ആവാണ്ടിരിക്കാൻ പറ്റാത്തതാണ് ഈ വിഷയം. പെട്ടെന്നൊന്നും കേട്ടാൽ അനുഭവം ആവാത്ത ഒരു വാക്യമാണ് പറയണമെന്ന് വിചാരിക്കുക. വളരെ സങ്കീർണമായ, അതിസൂക്ഷ്മമായ, വളരെ സങ്കീർണമായ യുക്തി കൊണ്ട് മാത്രം മനസ്സിലാക്കാൻ കഴിയുന്ന, വളരെ പൂർവ്വജ്ഞാനങ്ങൾ ഉണ്ടെങ്കിൽ മാത്രം മനസ്സിലാക്കാൻ കഴിയുന്ന ഏതെങ്കിലും അർത്ഥമാണ് വാക്യം കൊണ്ട് പറയുന്നതെന്ന് വിചാരിക്കുക. എന്ത് വാക്യം പറഞ്ഞാലും കേൾക്കാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. വാക്യന്റെ പ്രത്യക്ഷം ഉണ്ടാവും, ശബ്ദബോധം, ശബ്ദ പ്രത്യക്ഷം ഉണ്ടാവും, ശബ്ദബോധം ഉണ്ടാവും. ശാബ്ദബോധം ഉണ്ടാവുമോ എന്നുള്ളതാണ് ചോദ്യം. അവിടെ വാക്യം കേൾക്കും, വാക്യജ്ഞാനം ശബ്ദപ്രത്യക്ഷമാണ്. അങ്ങനെ പ്രത്യക്ഷമായിട്ട് വാക്യം കേട്ടാലും അർത്ഥം മനസ്സിലാവുന്നില്ല, അർത്ഥത്തിന്റെ അനുഭവം ഉണ്ടാകുന്നില്ല, അർത്ഥം മനസ്സിന് പ്രത്യക്ഷപ്പെടുന്നില്ല. അങ്ങനെയാണെങ്കിൽ അത് പ്രത്യക്ഷത്തിന് ബാധ ഉണ്ടാകുമോ? അതൊരിക്കലും പ്രത്യക്ഷത്തെ ബാധിക്കില്ല. അത് ആരൊക്കെയാണോ അർത്ഥം മനസ്സിലാക്കിയത് അവരുടെ പ്രത്യക്ഷത്തിന് മാത്രം ബാധയുണ്ടാവും. ആരൊക്കെ അർത്ഥം മനസ്സിലാക്കിയില്ലയോ അവരുടെ പ്രത്യക്ഷത്തിന് ബാധ ഉണ്ടാവുകയും ഇല്ല. വാക്യത്തിന് ബാധിക്കാൻ കഴിയില്ല. അർത്ഥ സാക്ഷാത്കാരമാണ് പ്രത്യക്ഷത്തെ ബാധിക്കുന്നത്. അതായത് പ്രത്യക്ഷജ്ഞാനമാണ് പ്രത്യക്ഷ പ്രമാണത്തെ ബാധിച്ചത്. പ്രത്യക്ഷത്തെ ബാധിക്കാൻ പ്രത്യക്ഷത്തിന് മാത്രമേ കഴിയൂ, വേറൊരു പ്രമാണത്തിനും കഴിയില്ല. പ്രത്യക്ഷൈകബാധ്യമാണ് പ്രത്യക്ഷം. അതിന് വാക്യം കൊണ്ടുണ്ടായാലും ശരി, അനുമാനം ചെയ്താലും ശരി. അനുമാനത്തിലായാലും ഈ അനുമതി എന്ന് പറയുന്ന ജ്ഞാനം അനുഭവം തന്നെയാണല്ലോ. എല്ലാ ജ്ഞാനങ്ങളും അനുഭവമാണ്, മാനസ പ്രത്യക്ഷമാണ്. അനുഭവത്തെ മാത്രമാണ് ജ്ഞാനം എന്ന് വിളിക്കുന്നത്, അനുഭവമല്ലാത്തത് ജ്ഞാനവുമല്ല. ഇവിടെ പ്രത്യക്ഷൈകബാധ്യമാണ് പ്രത്യക്ഷ പ്രമാണം. പ്രത്യക്ഷ പ്രമാണത്തെ വേറെ പ്രത്യക്ഷ പ്രമാണത്തിനും മാത്രമേ ബാധിക്കാൻ കഴിയൂ എന്നതാണ് പരമാർത്ഥം. ഇത് രാക്ഷസവിദ്യ അംഗീകരിക്കുന്നില്ല. കാരണം അങ്ങനെ അംഗീകരിച്ചാൽ അവരുടെ ശാസ്ത്രങ്ങളിൽ ഒരു വാക്യത്തിനും പ്രാമാണ്യം ഉണ്ടാവില്ല. ശബ്ദപ്രമാണത്തെ സ്വീകരിക്കാൻ ആവശ്യമുള്ള വിജ്ഞാന സമ്മതമായ മാനദണ്ഡങ്ങൾ സ്വീകരിച്ചാൽ വേദങ്ങളിലെയോ തന്ത്രങ്ങളിലെയോ മറ്റ് കപടശാസ്ത്രങ്ങളിലെയോ ഒരു വാക്യവും പ്രമാണമല്ല. ആ ഗ്രന്ഥങ്ങൾ അപ്പടി അപ്രമാണമാണ്. മറ്റെല്ലാ മതഗ്രന്ഥങ്ങളെയും പോലെ അപ്രമാണമായ ഗ്രന്ഥങ്ങളാണ്. ഒരു വാക്യം പോലും പ്രമാണമല്ല. ആ വാക്യങ്ങളെ രക്ഷിച്ച് ശബ്ദപ്രമാണം എന്ന മിഥ്യാബോധത്തിൽ നിലനിർത്താൻ വേണ്ടിയാണ് ഈ വാദങ്ങളൊക്കെ എഴുന്നള്ളിക്കുന്നത്. ശബ്ദം കൊണ്ട് പ്രത്യക്ഷത്തിനും ബാധയുണ്ടാവും, ഒരു ശബ്ദത്തിനും പ്രത്യക്ഷത്തെ ബാധിക്കാൻ കഴിയില്ല. പ്രത്യക്ഷം പ്രത്യക്ഷൈക ബാധ്യം ആണ്. എവിടെയാണോ വാക്യം കൊണ്ട് പ്രത്യക്ഷത്തിന് ബാധ ഉണ്ടായത്, അവിടെ വാക്യം കേട്ടത് കൊണ്ടല്ല ബാധ ഉണ്ടായത്. ആ വാക്യത്തിന്റെ അർത്ഥം സാക്ഷാത്കരിച്ച് അതിൽ പറയപ്പെടുന്നതും ശബ്ദേതരമായ പ്രമാണം കൊണ്ട് ഉണ്ടായതും പ്രത്യക്ഷം കൊണ്ടോ അനുമാനം കൊണ്ടോ ഉണ്ടായതുമായ അർത്ഥത്തെ ശ്രോതാവ് സാക്ഷാത്കരിച്ചു, അതിൻ്റെ മാനസ പ്രത്യക്ഷം സമ്പാദിച്ചു, അതിൻ്റെ അനുഭൂതി അയാൾക്കുണ്ടായി, അനുഭവം ഉണ്ടായി. അയാൾ അനുഭവിച്ച ആ ജ്ഞാനം, അതായത് പ്രത്യക്ഷം, മുമ്പുണ്ടായിരുന്ന പ്രത്യക്ഷത്തെ ബാധിച്ചു. കാരണം എന്താണ്? ഈ ഉണ്ടായ പ്രത്യക്ഷം ഈ ശബ്ദ പ്രമാണത്തിൽ നിന്ന് ഉണ്ടായി എന്ന് പറയുന്ന പ്രത്യക്ഷം
അതിന്റെ അർത്ഥം സാക്ഷാത്കരിച്ചുണ്ടായ പ്രത്യക്ഷം. സമ്യക് ജ്ഞാനമാണ്, യഥാർത്ഥ ജ്ഞാനമാണ്. അതുകൊണ്ട് ബാധിച്ചുപോയ പ്രത്യക്ഷം മിഥ്യാജ്ഞാനമാണ്, അത് ശരിയായിരുന്നില്ല. അവിടെ സമ്യക് പ്രത്യക്ഷം മിഥ്യാപ്രത്യക്ഷത്തെ ബാധിച്ചു. ഇതാണ് സംഭവിച്ചത്. എവിടെയും സമ്യജ്ഞാനം മിഥ്യാജ്ഞാനത്തെ ബാധിക്കും. അതാണ് എല്ലായിടത്തും സംഭവിക്കുന്നത്. സമ്യജ്ഞാനം മിഥ്യാജ്ഞാനത്തെ ബാധിച്ചാണ് നമ്മളെല്ലാവരും അജ്ഞാനത്തിൽ നിന്ന് ജ്ഞാനത്തിലേക്ക് എത്തിയത്. ഇനിയും അങ്ങനെ തന്നെയാണ് ഇപ്പോൾ ഇല്ലാത്ത ജ്ഞാനത്തിലേക്ക് നമുക്ക് പോകേണ്ടത്. ഇപ്പോൾ നമുക്കുള്ള പല ജ്ഞാനവും മിഥ്യാജ്ഞാനമായിരിക്കാം. അതിൽ നിന്ന് ഇനി സമ്യജ്ഞാനത്തിലേക്ക് പോവാൻ ഇത് തന്നെയാണ് വഴി. അപ്പൊ പ്രത്യക്ഷത്തെ ശബ്ദം ബാധിക്കുന്നു എന്ന് പറയുന്നത് തെറ്റ്. പ്രത്യക്ഷം തന്നെയാണ് ബാധിച്ചത് എന്നത് ശരി. സമ്യക് പ്രത്യക്ഷം മിഥ്യാപ്രത്യക്ഷത്തെ ബാധിച്ചു. രാമൻ ഞാനാണ് എന്ന പ്രത്യക്ഷം 9 പേരേ ഉള്ളൂ എന്ന മിഥ്യാപ്രത്യക്ഷത്തെ ബാധിച്ചു. നമ്മൾ 10 പേരുണ്ട് എന്ന സമ്യജ്ഞാനത്തിൽ അത് കലാശിച്ചു. ഇതാണ് വാസ്തവത്തിൽ സംഭവിച്ചത്. ഇനി അനുമാനത്തിന്റെ ബാധ. പ്രത്യക്ഷത്തിന്റെ ബാധ കണ്ടു. സമ്യജ്ഞാനം കൊണ്ട് ഇത് ബാധിച്ചു. അനുമാനത്തിലും മിഥ്യയായ അനുമാനം ചെയ്തുണ്ടാക്കിയ തെറ്റായ ധാരണ, അതായത് തെറ്റായ അനുമാനം ബാധിച്ചു പോവും. ഈ പ്രത്യക്ഷം ബാധിച്ചു പോയതുപോലെ തന്നെ മിഥ്യാപ്രത്യക്ഷം പോലെ മിഥ്യാനുമതിയും ബാധിച്ചു പോകും. അനുമതി മിഥ്യയായി പോകുന്നത് അനുമാനം ചെയ്യാൻ ഉപയോഗിക്കുന്ന ഹേതുവിൽ എന്തെങ്കിലും ദോഷമുള്ളത് കൊണ്ടാണ്. ഹേതുവിലെ ദോഷം കൊണ്ടാണ് അനുമതി മിഥ്യയാകുന്നത്. അത് മിഥ്യയാണ് എന്ന് വേറെ ഏതെങ്കിലും പ്രമാണം കൊണ്ട് അറിയുന്നു എന്ന് പറഞ്ഞാൽ വേറെ ഒരു പ്രമാണം പ്രയോഗിച്ച് നമ്മൾ നേടുന്ന അനുഭവം ആണ് പ്രധാനം. വേറെ പ്രമാണം പ്രയോഗിച്ച് നമ്മൾ നേടുന്ന അനുഭവം, മാനസ പ്രത്യക്ഷം, അനുഭൂതി, ഈ മിഥ്യാനുമതിയെ ബാധിക്കുന്നു. ഇത് തെറ്റാണ് എന്ന ജ്ഞാനം ഉണ്ടാകുന്നു. അപ്പോൾ അനുമതി ബാധിച്ചു പോയി എന്ന് പറയും. ഇത് ബാധിക്കാൻ കാരണം ഹേതുവിലുള്ള ദോഷമാണ്. ഹേതുവിലെ ദോഷങ്ങള് പ്രധാന വിഷയമാണ്. 16 പദാർത്ഥങ്ങളിൽ ഒന്നായ ഹേത്വാഭാസം എന്ന പദാർത്ഥം ചിന്തിക്കുമ്പോൾ അത് നമുക്ക് വിസ്തരിച്ച് ചിന്തിക്കാം. എത്ര വിധം ഹേത്വാഭാസങ്ങളുണ്ട്, അതിൻ്റെയൊക്കെ ലക്ഷണങ്ങളും എല്ലാം ആ സമയത്ത് ചിന്തിക്കാം. ഇങ്ങനെയുള്ള മിഥ്യാനുമാനം കപടശാസ്ത്രങ്ങളിലേ ഉണ്ടാവുള്ളൂ, രാക്ഷസവിദ്യയിൽ മാത്രമേ ഉണ്ടാവുള്ളൂ, മതഗ്രന്ഥങ്ങളിലേ ഉണ്ടാവുള്ളൂ, വൈജ്ഞാനിക ഗ്രന്ഥങ്ങളിൽ ഉണ്ടാവില്ല. തത്വചിന്താപരമായ ഗ്രന്ഥങ്ങളിലും ഉണ്ടാവില്ല. സയൻസ്, ഫിലോസഫി, ഇങ്ങനെ 2 വകയാണ് നമുക്ക് യഥാർത്ഥ ജ്ഞാനം ലോകത്തിൽ ഉള്ളത്. ഈ 2ലും ഈ മിഥ്യാനുമാനം ഉണ്ടാവുകയില്ല. തെറ്റായ അനുമതി ഈ 2 വകയിലും ഉണ്ടാവില്ല. മതഗ്രന്ഥങ്ങളിലാണ് കാണും. വേദാദികളായ മതഗ്രന്ഥങ്ങളിൽ കാണും. ഇതേ ഉള്ളൂ അവിടെ. കാരണം ശരിയായ പ്രത്യക്ഷത്തെ അവലംബിച്ചല്ല അവിടെ അനുമാനം ചെയ്യണം. മതഗ്രന്ഥങ്ങളിലെ അനുമാനത്തിന് അടിസ്ഥാനമായിട്ടുള്ള പ്രത്യക്ഷമില്ല. അതുകൊണ്ടാണ് അവര് ശബ്ദപ്രമാണമാണ് പരമം, ശബ്ദപ്രമാണത്തോട് യോജിച്ചിരിക്കാത്ത പ്രത്യക്ഷത്തെ തള്ളിക്കളയണം, അത് ശരിയല്ല. പ്രത്യക്ഷത്തെ ശബ്ദപ്രമാണം വെച്ച് പരിശോധിക്കുന്ന മൗഢ്യമാണ്
കപടശാസ്ത്രങ്ങളിൽ കാണുന്നത്, മതത്തിൽ കാണുന്നത്. സാമാന്യ ബുദ്ധിയുള്ള ആരും പ്രത്യക്ഷത്തെ ശബ്ദപ്രമാണം കൊണ്ട് പരീക്ഷിക്കില്ല. കാരണം പ്രത്യക്ഷം കൊണ്ടോ പ്രത്യക്ഷത്തിൽ നിന്നുണ്ടായ അനുമാനം കൊണ്ടോ ആണ് ഈ ശബ്ദപ്രമാണം എന്ന് പറയുന്ന വാക്യം ഉണ്ടായിരിക്കുന്നത്. അതിനെങ്ങനെ പ്രത്യക്ഷത്തെ ബാധിക്കാൻ കഴിയും? അതിനെങ്ങനെ അനുമാനത്തെ ബാധിക്കാൻ കഴിയും? അതുകൊണ്ട് ശബ്ദപ്രമാണം വാസ്തവത്തിൽ ഒന്നിനെയും ബാധിക്കുന്നില്ല. യഥാർത്ഥമായ ജ്ഞാനം പ്രതിപാദിക്കുന്ന ഒരു വാക്യം ഉണ്ട് എങ്കിൽ ആ വാക്യം കേട്ട് അതിനെ മനനം ചെയ്ത് അതിനെ മറ്റു പ്രമാണങ്ങളെ കൊണ്ട് പരീക്ഷിച്ച് ഇതിൻ്റെ അർത്ഥം ഇതാണ് എന്ന അനുഭവം ഉണ്ടാകുമ്പോൾ ഇങ്ങനെ ഉണ്ടാകുന്ന യഥാർത്ഥ ജ്ഞാനം മിഥ്യാപ്രത്യക്ഷത്തെ ബാധിക്കും എന്നത് മാത്രമാണ് ശരി. ഇനി ഈ ശബ്ദപ്രമാണത്തിന്റെ നിർവചനം നോക്കാം. ഇപ്പോൾ നിലവിലുള്ള നിർവചനം, ഇപ്പോൾ നമുക്ക് ന്യായശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ കിട്ടുന്ന, ന്യായസൂത്രങ്ങളിൽ കിട്ടുന്ന നിർവചനം. ന്യായസൂത്രം ഒന്നാം ആന്യകത്തിലെ 7ാമത്തെ സൂത്രമാണ്. ഇത് ലക്ഷണസൂത്രമാണ്. ശബ്ദപ്രമാണത്തിന് ലക്ഷണം പറയാം. ആപ്തോപദേശ ശബ്ദ എന്നാണ് സൂത്രം. ആപ്തോപദേശ ശബ്ദ. ആപ്തോപദേശമാണ് ശബ്ദം. ആപ്തന്റെ ഉപദേശം ആപ്തോപദേശം. ആപ്തനെ നിർവചിക്കുന്നത് ഉള്ളതുപോലെ കാണുകയും കണ്ടതുപോലെ പറയുകയും ചെയ്യുന്നവൻ. യഥാർത്ഥ ദ്രഷ്ട യഥാദൃഷ്ട വക്താച ആപ്ത. ഇങ്ങനെ ന്യായശാസ്ത്രത്തിൽ വേറെ ശബ്ദങ്ങളെ കൊണ്ടും ഇത് വർണ്ണിക്കുന്നുണ്ട് ഈ ആപ്തലക്ഷണം. അത് നമുക്ക് പിന്നീട് നോക്കാം. ഇങ്ങനെയുള്ള ആപ്തന്റെ വാക്യം, ആപ്തവാക്യമാണ് ശബ്ദം, ശബ്ദപ്രമാണം എന്ന് പറയുന്നത്. ശബ്ദപ്രമാണം എന്ന് വാക്യത്തെയാണെന്ന് പറഞ്ഞു. അത് ആപ്തന്റെ വാക്യമാണെങ്കിലാണ് പ്രമാണമാകും. അപ്പൊ ഇങ്ങനെ ആപ്തവാക്യമാണ് ശബ്ദം, പ്രമാണമെന്നാണ് ഈ സൂത്രത്തിന്റെ താല്പര്യം. ഇവിടെ ഈ നിർവചന പ്രകാരം ഈ വാക്യത്തിന് പ്രാമാണ്യം കിട്ടുന്നത് ആപ്തനിൽ നിന്നാണ്. ആപ്തന്റെ വാക്യമായതുകൊണ്ടാണ് പ്രമാണമാകുന്നത്, അല്ലെങ്കിൽ പ്രമാണമാവില്ല. അപ്പൊ വാക്യത്തിന് എങ്ങനെ പ്രാമാണ്യം ഉണ്ടാകുന്നു, എവിടെ നിന്ന് പ്രാമാണ്യം ഉണ്ടാകുന്നു? ആപ്തനിൽ നിന്നാണ് വാക്യത്തിന് പ്രാമാണ്യം ഉണ്ടാകുന്നത്. നേരത്തെ പറഞ്ഞ സംബന്ധങ്ങൾ വെച്ച് നോക്കിയാൽ ആപ്തനാണ് ഇവിടെ പ്രാണപ്രദൻ. ശബ്ദപ്രമാണത്തിന് പ്രാണനെ കൊടുക്കുന്നത്, ജീവൻ കൊടുക്കുന്നത് ആപ്തൻ. ആപ്തനാൽ പ്രാണനീയം, ജീവൻ നൽകപ്പെടുന്നത് ആണ് ശബ്ദം. അപ്പൊ ഈ ശബ്ദപ്രമാണം പ്രമാണമാണോ എന്ന് നോക്കുന്നത് ഈ നിർവചന പ്രകാരം വക്താവ് ആപ്തനാണോ എന്ന് നോക്കിയിട്ടാണ്. വക്താവ് ആപ്തനായിട്ട് വേണമല്ലോ വാക്യം പ്രമാണമാവാൻ. അപ്പൊ ഒരു വാക്യം പ്രമാണമാണോ എന്ന് തീരുമാനിക്കാനുള്ള മാനദണ്ഡം വക്താവ് ആപ്തനാണോ അല്ലയോ എന്നതാണ്. അപ്പൊ ശ്രോതാവ് തീരുമാനിക്കേണ്ടത് ഈ വക്താവ് ആപ്തനാണോ എന്നാണ്. അതെങ്ങനെ തീരുമാനിക്കുന്നു? വക്താവ് ആപ്തനാണോ എന്ന വക്താവിന്റെ കൂടെ ജീവിക്കുന്നവർക്കല്ലാതെ വേറെ ആർക്കും അറിയാൻ കഴിയില്ല. 24 മണിക്കൂറെങ്കിലും ഒരാളുടെ കൂടെ ജീവിച്ചാൽ മാത്രമേ അയാൾ ആപ്തനാണോ അല്ലയോ എന്ന് അറിയാൻ കഴിയുള്ളൂ. ചുരുങ്ങിയത് 24 മണിക്കൂർ കൊണ്ട് ഒരാളെ അളക്കാൻ കഴിയുന്നതാണ് സാധാരണ പറയുക. ഇയാൾ ഉള്ളതുപോലെ കാണുന്നവനാണോ എന്ന് ഒരു 24 മണിക്കൂർ ഒരാളുടെ കൂടെ ജീവിച്ചവനറിയാം. ഈ ഉള്ളതുപോലെ കണ്ടാൽ മാത്രം പോരല്ലോ, ഉള്ളതിനെ ഉള്ളതുപോലെ തന്നെ കണ്ടു. പക്ഷെ പറഞ്ഞപ്പോൾ മാറ്റി പറഞ്ഞു, അങ്ങനെയാവല്ലോ.
സിദ്ധാർത്ഥനെ തല്ലിക്കൊന്ന് കെട്ടി തൂക്കിയതാണെന്ന് ഈ പിള്ളേരൊക്കെ കണ്ടതാണ്. പക്ഷെ പറഞ്ഞപ്പോ ആത്മഹത്യ ചെയ്താണെന്ന് പറഞ്ഞു. അപ്പൊ ഉള്ളതുപോലെ കണ്ടാലും കണ്ടതുപോലെ പറയണമെന്നില്ല. അതുകൊണ്ടാണ് നിർവചനം തന്നെ ഉള്ളതുപോലെ കാണുകയും കണ്ടതുപോലെ പറയുകയും ചെയ്യുന്നവൻ ആപ്തൻ എന്ന് പറയും. ഒരു വ്യക്തി ഉള്ളതുപോലെ കാണുന്നവനാണോ എന്നറിയാൻ 24 മണിക്കൂറെങ്കിലും അയാളുടെ കൂടെ കണ്ടതുപോലെ പറയുന്നവനാണെന്ന് അറിയാനും ഇത് തന്നെയാണ് വേണ്ടത്. അപ്പൊ നമ്മുടെ ഈ തലമുറയിൽ ജീവിക്കുന്ന ആള് നമുക്കൊരു 24 മണിക്കൂർ അയാളുടെ കൂടെ ജീവിക്കാൻ അവസരവും കിട്ടണം. എങ്കിൽ മാത്രമേ അയാൾ ആപ്തനാണോ അല്ലയോ എന്ന് നമുക്കറിയാൻ കഴിയുള്ളൂ. നമ്മൾ അറിഞ്ഞാൽ മാത്രമേ നമ്മൾ ഈ വാക്യത്തെ ശബ്ദപ്രമാണമായിട്ട് അംഗീകരിക്കുള്ളൂ. വേറെ ആരെങ്കിലും അറിഞ്ഞാൽ പോരല്ലോ. അറിഞ്ഞു എന്ന് പറയുന്ന ആൾക്കെന്നാണോ അറിയാലോ, അയാൾ മനസ്സിലാക്കിയ തെറ്റാവാലോ. അപ്പൊ ഇവിടെയൊക്കെ സ്വാനുഭവം മാത്രമാണ് പ്രമാണം. ജ്ഞാനത്തിൽ എപ്പോഴും സ്വാനുഭവം മാത്രമാണ് പ്രമാണം. എന്താണോ സ്വാനുഭവപ്പെട്ടത് അതേ പ്രമാണമുള്ളൂ. ആരെങ്കിലും പറഞ്ഞ പോരാ. ഇവിടെ ഇയാൾ ആപ്തനാണ് എന്ന് പറയുന്നത് 10,000 കൊല്ലം 15,000 കൊല്ലം മുമ്പൊക്കെ ജീവിച്ചും മരിച്ചുപോയ ആളെ പറ്റിയിട്ടാണ്. ഇപ്പൊ ജീവിക്കുന്ന ആളുടെ വാക്യമല്ലല്ലോ ആപ്തവാക്യം എന്ന് പറഞ്ഞ പ്രമാണമായിട്ട് നമ്മളെ കാണിക്കണ. അയാളുടെ കാലഘട്ടം പോലും അറിയില്ല. ഈ പരമപ്രമാണം എന്ന് പറഞ്ഞ് എഴുന്നള്ളിക്കുന്ന വേദാദി ശാസ്ത്രങ്ങളൊക്കെ രചിച്ചവർ ഏത് കാലത്ത് ജീവിച്ചു, ഈ ഗ്രന്ഥങ്ങൾ ഏത് കാലത്ത് ഉണ്ടായി എന്ന് പോലും തീരുമാനിക്കപ്പെട്ടിട്ടില്ല. പിന്നെയല്ലേ ഇവരുടെ ആപ്തത്വം അറിയണം. ഇതാരും ആപ്തനാണ് എന്നതിന് ഒരു തെളിവുമില്ല. ആപ്തൻ എന്നത് വെറും വിശ്വാസമാണ്. ആപ്തവാക്യങ്ങൾ എന്ന് പറഞ്ഞ് നമ്മൾ കേൾക്കുന്ന എല്ലാ വാക്യങ്ങളുടെയും വക്താക്കൾ ആപ്തന്മാരാണ് എന്നത് അന്ധവിശ്വാസമാണ്. ഒരു തെളിവുമില്ല അതിന്. അവർ പറഞ്ഞത് പച്ചക്കള്ളമായിരിക്കാം, അവരും മനസ്സിലാക്കിയത് മഹാബദ്ധമായിരിക്കാം. പ്രമാണബുദ്ധിയോടുകൂടി ഈ കപട ശാസ്ത്രങ്ങൾ പഠിച്ചു നോക്കിയാൽ ഇന്ന് നമുക്ക് കാണാൻ സാധിക്കും ഇതിങ്ങനെ തന്നെയാണ്. ഇവർ വിപരീത ജ്ഞാനമുള്ളവരായിരുന്നു, ഇവർ കണ്ടതിൻ്റെ വിപരീതം പറയുന്നവരുമായിരുന്നു എന്നും ഈ ഗ്രന്ഥങ്ങൾ നോക്കിയാൽ അറിയാം. പക്ഷെ സത്യസന്ധത വേണം, ബുദ്ധിപരമായ സത്യസന്ധത വേണം. അതുപോലെ ധൈര്യവും വേണം, കണ്ടത് പറയാൻ ധൈര്യം വേണം. ഇത് രണ്ടും ഉണ്ട് എങ്കിൽ നമുക്ക് ആർക്ക് വേണമെങ്കിലും ഈ ഗ്രന്ഥങ്ങൾ നോക്കിയാൽ ഈ വക്താക്കൾ ആപ്തന്മാരല്ല എന്ന് കാണാം. അപ്പൊ ആപ്തോപദേശമാണ് ശബ്ദപ്രമാണമെന്ന് ന്യായശാസ്ത്രത്തിൽ പറഞ്ഞിരിക്കാൻ ഇടയില്ല എന്നാണ് എൻ്റെ വാദം. ആപ്ത വളരെ ശങ്കനീയമായൊരു പ്രയോഗമാണ് ഈ ആപ്തോപദേശം എന്ന് പറയുന്നത്. ആപ്തൻ ആരാന്നുള്ള തെളിവില്ല. ആപ്തൻ വെറും വിശ്വാസമാണ്. ആപ്തന്റെ ആപ്തത്വം എന്ന് പറയുന്നത് വെറും വിശ്വാസമാണ്. അപ്പൊ വേറെ എന്തോ നിർവചനം മാറ്റി ആ സ്ഥാനത്താണ് ഈ നിർവചനം കൊടുത്തത്. ഭാരതത്തിന്റെ വിദ്യ മുഴുവനും കൈയടക്കി വെച്ച് അതിനൊക്കെ ഇഷ്ടം പോലെ മാറ്റി എഴുതി അതിനെല്ലാം വെട്ടി നുറുക്കിയ സ്വന്തം കപടശാസ്ത്രങ്ങളിൽ അവിടെ അവിടെ തിരുകി എല്ലാം കൂടി കപടശാസ്ത്രമാക്കിയ ഒരു സർവാധിപത്യ ശക്തി ഒരു കാലത്ത് ഉണ്ടാക്കി വെച്ച വിനകളാണ് ഇതൊക്കെ. ആ വിനകളിൽ പെട്ടതാണ്. ആ കാലം വളരെ ദീർഘമായതുകൊണ്ട് 10,000 കൊല്ലം നീണ്ടു നിന്നതായതുകൊണ്ട് ആ കാലങ്ങളിൽ ഉണ്ടായ എല്ലാ ശാസ്ത്രങ്ങളിലും ഈ അപകടം സംഭവിച്ചിട്ടുണ്ട്. ആ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടാനാണ് ഇന്ന് ശാസ്ത്രം പഠിക്കുന്നവർ ഒന്നാമതായിട്ട് പരിശ്രമിക്കേണ്ടത്.
പ്രമാണമാണോ വാക്യം എന്നറിയാം. പ്രമയുടെ കരണം എന്നാണല്ലോ പ്രമാണം എന്ന് വെച്ചാൽ. കരണം പ്രമാണം കരണം അസാധാരണ കാരണം വ്യാപാരവത് അസാധാരണം കാരണം കരണം എന്ന് കാരണത്തെ നിർവചിച്ചു. പ്രമാകരണം പ്രമാണം എന്ന് പ്രമാണത്തെ നിർവചിച്ചു. അപ്പൊ യഥാർത്ഥ ജ്ഞാനത്തിന്റെ അസാധാരണ കാരണമാണ് പ്രമാണം. അപ്പൊ വാക്യത്തിൽ നിന്ന് യഥാർത്ഥ ജ്ഞാനം ഉണ്ടാകുമോ ഇല്ലയോ എന്ന് നോക്കിയിട്ടാണ് വാക്യം പ്രമാണമാണോ അല്ലയോ എന്ന് തീരുമാനിക്കേണ്ടത്. വേറെ ഒരു മാനദണ്ഡം കൊണ്ടും തീരുമാനമാവില്ല. പരീക്ഷ ഒരേ ഒരു പരീക്ഷയേ ഉള്ളൂ. ഈ വാക്യം പ്രതിപാദിക്കുന്ന അർത്ഥം സാധുവായ ജ്ഞാനമാണോ, സമ്യക് ജ്ഞാനമാണോ, അത് പ്രമയാണോ? അർത്ഥം പ്രമയാണ് എങ്കിൽ വാക്യം പ്രമാണമാണ്. അർത്ഥം പ്രമയല്ല എങ്കിൽ വാക്യം പ്രമാണമല്ല. ഇതാണ് സുനിശ്ചിതമായ ലക്ഷണം. അപ്പൊ ഇതാണ് പരിശോധിക്കുക. അതെങ്ങനെ പരിശോധിക്കുക? അതിന് ഈ വാക്യാർത്ഥത്തെ പ്രമാണ പരീക്ഷ ചെയ്യണം. എല്ലാ പ്രമാണങ്ങളെ കൊണ്ടും വാക്യാർത്ഥത്തെ പരീക്ഷിക്കണം. പ്രമാണ പരീക്ഷയാണ് സമ്യജ്ഞാനത്തിലേക്ക് നയിക്കുന്നത് എന്ന് ന്യായശാസ്ത്രം തുടങ്ങിയ കാലത്ത് തന്നെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ ഓരോ ജിജ്ഞാസവും പ്രമാണ പരീക്ഷ ചെയ്ത് താൻ കേൾക്കുന്ന ഓരോ വാക്യത്തിൻ്റെയും അർത്ഥം ശരിയാണോ, അത് യഥാർത്ഥ ജ്ഞാനമാണോ എന്ന് പരീക്ഷിക്കണം. എല്ലാ പ്രമാണങ്ങൾക്കും പരീക്ഷിച്ച് നോക്കണം. പ്രത്യക്ഷാനുമാനാദി സകല പ്രമാണങ്ങളെ കൊണ്ടും പരീക്ഷിക്കണം. അങ്ങനെ പരീക്ഷിച്ച് അർത്ഥം ശരിയാണ് എന്ന് കണ്ടാൽ വാക്യം പ്രമാണമാണ് എന്ന് സ്വീകരിക്കും. പ്രമാണ പരീക്ഷയിൽ വാക്യാർത്ഥം തെറ്റാണ് എന്ന് കണ്ടാൽ അത് അപ്രമാണമായിട്ട് തള്ളിക്കളയുകയും വേണം. ഇങ്ങനെ മാത്രമേ ശബ്ദപ്രമാണത്തെ സ്വീകരിക്കാൻ സാധിക്കുള്ളൂ. എന്നാൽ അങ്ങനെയല്ല ഇപ്പോൾ സ്വീകരിച്ചു കാണുന്നത്. ജ്ഞാനയോഗത്തിന്റെ പദ്ധതി ഈ പറഞ്ഞതാണ്. അതുകൊണ്ടാണ് അഭേദപ്രകരണത്തിൽ ശ്രോതവ്യോ മന്തവ്യോ നിധിധ്യാസിതവ്യ ആത്മാവ അരേ ദ്രഷ്ടവ്യ. ശ്രോതവ്യോ മന്തവ്യോ നിധിധ്യാസിതവ്യ. നിശ്ചയമായിട്ടും ആത്മാവാണ് കാണപ്പെടേണ്ടത്. ആത്മാ വൈ ദ്രഷ്ടവ്യ. കാണപ്പെടണം എന്ന് പറഞ്ഞാൽ അനുഭവിക്കണം, സ്വാനുഭവപ്പെടുത്തണം. ആത്മസ്വരൂപത്തിന്റെ സ്വാനുഭവം സമ്പാദിക്കണം. ആത്മസ്വരൂപത്തെ സ്വാനുഭവപ്പെടുത്തണം. ഇതാണ് ആദ്യത്തെ അംശം വാക്യത്തിന്റെ. ആത്മാ വൈ ദ്രഷ്ടവ്യ. അതെങ്ങനെ സ്വാനുഭവപ്പെടുത്തും എന്ന് പറയാണ്. ശ്രോതവ്യോ മന്തവ്യോ നിധിധ്യാസിതവ്യ. ശ്രോതവ്യ മന്തവ്യ നിധിധ്യാസിതവ്യ. ശ്രോതവ്യം കേൾക്കപ്പെടണം. പ്രാചീന കാലത്ത് പലരും ഈ ആത്മസ്വരൂപത്തെ അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട്. അവരെ അനുഭവിച്ചത് അവരെ എഴുതി വെച്ചിട്ടുണ്ട്. കുറെ വാക്യങ്ങൾ ശബ്ദപ്രമാണം അതിനെ ശ്രോതവ്യ, അത് കേൾക്കണം. ആ വാക്യങ്ങൾ കേൾക്കണം. കേൾക്കണം ഞാൻ പഠിക്കണം എന്നർത്ഥം. ചെവി കൊണ്ട് കേൾക്കണം എന്നർത്ഥമില്ല. വായിച്ചാലും അതിന് ശ്രവണം തന്നെയാണ് പറയും. ഇങ്ങനെ ശ്രോതവ്യ. കേട്ട് കഴിഞ്ഞാലോ, കേട്ടിട്ട് ഇത് ഇന്ന ഗ്രന്ഥത്തിൽ പറഞ്ഞതുകൊണ്ട് ഇത് ശരിയാണ് എന്ന് തീരുമാനിക്കല്ല. ഇത് ഇന്ന ആള് പറഞ്ഞത് കൊണ്ട് ശരിയാണെന്ന് തീരുമാനിക്കല്ല. അതുകൊണ്ടോ ഒരു പ്രാമാണ്യവും വാക്യത്തിന് കിട്ടാൻ പോകുന്നില്ല. ആരെങ്കിലും പറഞ്ഞതുകൊണ്ടോ എവിടെയെങ്കിലും എഴുതിയത് കൊണ്ടോ അല്ല വാക്യം പ്രമാണമാകുന്നത്.
വാക്യം പ്രമാണമാകുന്നതിൻ്റെ അർത്ഥം യഥാർത്ഥ ജ്ഞാനമായതുകൊണ്ടാണ്, പ്രമേയായതുകൊണ്ടാണ്. അതിനി കേട്ടുകഴിഞ്ഞാൽ ഇതിൻ്റെ അർത്ഥം പ്രമേയാണോ അല്ലയോ എന്നാണ് അറിയേണ്ടത്. അതിന് പറഞ്ഞു മന്തവ്യ, മനനം ചെയ്യപ്പെടണം. മനനം ചെയ്യപ്പെടുന്ന അർത്ഥം ഏതുഭർ വിചാര മനനം, ഏതുക്കളെ കൊണ്ട് വിചാരം ചെയ്യുന്നതാണ് മനനം. ഏതു ജ്ഞാനത്തിന്റെ ഹേതുവാണ്, അറിവിന്റെ കാരണം. യുക്തികള്. അപ്പൊ യുക്തി വിചാരം ചെയ്യണം. എല്ലാ പ്രമാണങ്ങളും വെച്ച് വിചാരം ചെയ്യണം, അർത്ഥവിചാരം. അതായത് കിട്ടിയ വാക്യത്തിന്റെ അർത്ഥത്തെ പ്രമാണ പരീക്ഷയ്ക്ക് വിധേയമാക്കണം. ഇതാണ് മന്തവ്യ എന്ന് പറഞ്ഞതിൻ്റെ താല്പര്യം. അങ്ങനെ മനനം ചെയ്തിട്ട് പ്രമാണ പരീക്ഷ ചെയ്തിട്ട് നിധിധ്യാസിതവ്യ, നിധിധ്യാസിക്കണം. അതെന്നെ മനസ്സുകൊണ്ട് സാക്ഷാത്കരിക്കണം. മനനം ചെയ്ത് ഈ അർത്ഥം മനസ്സിന് പ്രത്യക്ഷപ്പെടണം. ഒരു വാക്യത്തെ മനനം ചെയ്യുമ്പോൾ അതും ബന്ധപ്പെട്ട പല മനനങ്ങളും നടക്കേണ്ടി വരും. അതിന് അനുകൂലവും പ്രതികൂലമായ പല വാക്യങ്ങളും നമ്മൾ നേരത്തെ കേട്ടിട്ടുണ്ട്. അതെല്ലാം ഈ സമയത്ത് സ്മൃതിയിൽ വരും. അതൊക്കെ ആയിട്ട് തട്ടിച്ച് നോക്കിയിട്ടാണ് ഇപ്പോൾ കേൾക്കുന്നത് തെറ്റോ ശരിയോ തീരുമാനിക്കുന്നത്. അപ്പൊ എല്ലാ മനനം ചെയ്യുമ്പോൾ എല്ലാ പൂർവ്വജ്ഞാനങ്ങളും ഉണർന്നു വന്ന് പ്രവർത്തിക്കും, എല്ലാ യുക്തികളും ഉണർന്നു വന്ന് പ്രവർത്തിക്കും. മാത്രമല്ല ഇങ്ങനെ യുക്തി വിചാരം ചെയ്യുമ്പോൾ പുതിയ പുതിയ യുക്തികളും ഉള്ളിൽ തെളിഞ്ഞു വരും. ഇതുവരെ അനുഭവിച്ചതിലും പ്രയോഗിച്ചതിലും സൂക്ഷ്മ തരങ്ങളായ യുക്തികൾ, അഗാധ തരങ്ങളായ യുക്തികൾ ഉള്ളിൽ തെളിഞ്ഞു വരും. അപ്പോൾ അത് വെച്ചിട്ട് മനനം. ഇങ്ങനെ ഈ മനനം അർത്ഥത്തിന്റെ ആഴങ്ങളിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നു. അങ്ങനെ പോകുമ്പോൾ പലപ്പോഴും പണ്ട് അറിഞ്ഞതിൻ്റെയും അന്ന് എത്താത്ത ആഴങ്ങളിലേക്ക് നമ്മൾ പോകുന്നു. പുറപൂർവാർജിതമായ ജ്ഞാനങ്ങളുടെയും അധികം ആഴങ്ങളിലേക്ക് ഓരോ മനനവും നമ്മളെ കൊണ്ടുപോകും. അങ്ങനെയാണ് ചിന്തിക്കും തോറും ജ്ഞാനം വർദ്ധിച്ചു വരാം. എല്ലാം മനനം കൊണ്ടുണ്ടാകുന്ന. അങ്ങനെ ഈ പ്രമാണങ്ങളും പൂർവ്വജ്ഞാനങ്ങളും എല്ലാം കൂടി വെച്ച് മനനം ചെയ്യുമ്പോൾ ഈ വാക്യത്തിന്റെ അർത്ഥം ഇതിങ്ങനെയാണ് എന്നോ ഇതിങ്ങനെ അല്ല എന്നോ നമുക്ക് അനുഭവമാകും. മനസ്സുകൊണ്ട് നമ്മൾ കാണുന്നു, ഇത് തെറ്റാണ്, ഇതിങ്ങനെ ആവാൻ പറ്റില്ല, അല്ലെങ്കിൽ ഇത് ശരിയാണ്, ഇതിങ്ങനെ തന്നെ ആവാൻ പറ്റുള്ളൂ. രണ്ടിലൊന്ന് ഇതുണ്ടാകും. അങ്ങനെ ഉണ്ടാകുമ്പോൾ ഇതാണ് നിധിധ്യാസിതവ്യ, നിധിധ്യാസിക്കണം എന്ന് പറഞ്ഞതിൻ്റെ താല്പര്യം. എന്നാൽ രാക്ഷസ വിദ്യയുടെ അഭിപ്രായം ഇതല്ല. ഉദാഹരണത്തിന് വേദാന്തം പറയുക, ഈ മന്തവ്യ മനനം ചെയ്യുക. മനനം എന്ന് പറഞ്ഞാൽ അനുമാനം കൊണ്ടാണല്ലോ നടക്കുക. അനുമാന സാധ്യമാണ് മനനം. പക്ഷെ വേദാന്തം പറയുന്നത് ഇവിടെ അനുമാനം എന്ന് പറയുന്നത് ശ്രുതി പാർഷദമായ അനുമാനമാണ്. അല്ലാത്ത അനുമാനങ്ങളൊന്നും സ്വീകരിക്കാൻ പാടില്ല. അനുമാനം തെറ്റാണ്. ശ്രുതി പാർഷദം, ശ്രുതിയുടെ പിന്നാലെ പോകുന്ന അനുമാനം, അത് മാത്രമാണ് ശരിയായ. ശ്രുതിയോട് പൊരുത്തപ്പെടാത്ത അനുമാനങ്ങളൊക്കെ തെറ്റ്. അനുമാനത്തോട് പൊരുത്തപ്പെടാത്ത ശ്രുതി തെറ്റ് എന്നതാണ് പരമാർത്ഥം. ഇതാണ് ലോകത്തില് തലയ്ക്ക് വെളിവുള്ള എല്ലാവരും അംഗീകരിക്കുന്നത്. ബുദ്ധിയുള്ളവരൊക്കെ അംഗീകരിക്കുന്നത് അനുമാനത്തോട് പൊരുത്തപ്പെടാത്ത ശ്രുതി തെറ്റ് എന്നാണ്. അത് ശ്രുതിയോട് പൊരുത്തപ്പെടാത്ത അനുമാനം തെറ്റ് എന്നല്ല. കാരണം ശ്രുതി എന്ന് പറഞ്ഞാൽ പണ്ട് ആരോ പറഞ്ഞൊരു വാക്യമാണ്. ആർക്കും എന്തും പറയാൻ സ്വാതന്ത്ര്യമുണ്ട്. ഇത് ഭരണഘടന ഉണ്ടായപ്പോൾ കിട്ടിയ സ്വാതന്ത്ര്യമല്ല, മനുഷ്യനുണ്ടായപ്പോഴേ സ്വാതന്ത്ര്യമുണ്ട്.
അപ്പൊ ഈ സ്വാതന്ത്ര്യങ്ങൾ എന്ന് പറയുന്നത് ജന്മസിദ്ധമാണ്. ഇത് മനുഷ്യനുണ്ടായ കാലം മുതൽ ആർക്കും എന്തും പറയാൻ സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വാതന്ത്ര്യം ഉപയോഗിച്ച് പലരും പലതും പറഞ്ഞിട്ടുണ്ട്. ആരെങ്കിലും പറഞ്ഞതുകൊണ്ട് ഒന്നും പ്രമാണമാവില്ല. ചിലര് പ്രമാണമാണ് എന്ന് പറഞ്ഞ് ആക്കിയിരിക്കുകയാണ്. അവരിങ്ങനെ ഉദ്ധരിച്ച് എവിടെ നോക്കിയാൽ അവർ ഉദ്ധരണിയ അങ്ങനെ ശ്രുതിയാക്കിയ. അതുകൊണ്ട് ജ്ഞാനത്തിന് സാധുത ഉണ്ടാവുകയില്ല. ജ്ഞാനത്തിന്റെ സാധുത തീരുമാനിക്കുന്നത് വേറെ പ്രകാരത്തിലാണ്. ആര് പറഞ്ഞു, എത്ര പേര് ഉദ്ധരിച്ചു, എത്ര തവണ ഉദ്ധരിച്ചു, ഇതൊന്നും നോക്കിയിട്ടല്ല ഒരു വാക്യത്തിന്റെ അർത്ഥം തെറ്റാണോ ശരിയാണോ എന്ന് തീരുമാനിക്കുന്നത്. അത് വാക്യാർത്ഥത്തെ പ്രമാണ പരീക്ഷ ചെയ്തിട്ടും മാത്രമാണ്. അങ്ങനെ പ്രമാണ പരീക്ഷ ചെയ്ത് അർത്ഥത്തെ സ്വാനുഭവപ്പെടുത്തുന്നതിനെയാണ് നിധിധ്യാസിതവ്യ എന്ന് പറഞ്ഞു. ശ്രവണം, മനനം, നിധിധ്യാസനം, ഈ മൂന്നിനെയും കൂടി ജ്ഞാനയോഗ പദ്ധതി എന്ന് പറയുന്നു. ജ്ഞാനയോഗത്തിന്റെ വഴി. ഇങ്ങനെ വാക്യത്തെ പരിശോധിച്ച് ഓരോ വ്യക്തിയും ഈ വാക്യത്തിന്റെ അർത്ഥം മനസ്സിലാക്കും. അപ്പൊ ശ്രുതിപാർഷദമായ അനുമാനം മാത്രമാണ് പ്രമാണം എന്ന് പറയുന്നത് രാക്ഷസവിദ്യയുടെ ആവശ്യത്തിനാണ്. ഇത് സാർവലൗകികമായ മാനദണ്ഡമല്ല. രാക്ഷസവിദ്യ നിലനിൽക്കണമെങ്കിൽ അനുമാനം ശ്രുതിപാർഷദമായിരിക്കണം, ആക്കണം. അല്ലെങ്കിൽ എങ്ങനെ പറ്റും? കാരണം ഈ ശ്രുതികള് പ്രത്യക്ഷത്തിനും വിരുദ്ധാണ്, അനുമാനത്തിനും വിരുദ്ധാണ്. പ്രത്യക്ഷാനുമാന സിദ്ധമായ സമ്യജ്ഞാനം പ്രതിപാദിക്കുന്ന വാക്യം പറയേണ്ടതിന് പകരം പ്രത്യക്ഷാനുമാന വിരുദ്ധമായ പറഞ്ഞിട്ട് എന്റെ വിലയിരുത്തൽ ഇതൊന്നും പറഞ്ഞുകൂടാഞ്ഞിട്ട് വന്നതല്ല. നല്ലോണം അറിയുന്ന ആളുകൾ മനുഷ്യനെ ചട്ടിക്കണമെന്ന് വിചാരിച്ചിട്ട് എഴുതിയിരിക്കുന്നതാണ്. കാപട്ടികന്മാരുണ്ടാക്കിയ ശാസ്ത്രമാണ് കപടശാസ്ത്രം. അറിവില്ലാത്തവരുണ്ടാക്കിയതല്ല. അറിവില്ലാത്തവർ ശാസ്ത്രം ഉണ്ടാക്കില്ല. കപടശാസ്ത്രങ്ങളൊക്കെ യഥാർത്ഥ ജ്ഞാനമുള്ളവർ യഥാർത്ഥ ജ്ഞാനത്തെ മുക്കിക്കളയണം. ഇപ്പൊ പത്രക്കാരുടെ സുഖേട് യഥാർത്ഥമായ വാർത്ത മുക്കണം, കള്ളവാർത്ത ഉണ്ടാക്കി പ്രചരിപ്പിക്കണം. ഇതാണല്ലോ പത്രധർമ്മം. അതുപോലെ പഴയ കാലത്തെ ശാസ്ത്രധർമ്മം യഥാർത്ഥ ജ്ഞാനത്തെ മുക്കിക്കൊല്ലണം, മിഥ്യാജ്ഞാനം പ്രചരിപ്പിക്കണം. യഥാർത്ഥ ശാസ്ത്രത്തെ മുക്കണം, കപടശാസ്ത്രം പ്രചരിപ്പിക്കണം. ഇത് 10,000 കൊല്ലം ഇന്ത്യയിൽ നീണ്ടുനിന്ന ഒരു ബുദ്ധി വ്യവസായം ആണ്. ഒരു വലിയ വാഗ്വാണിഭം, വാക്ക് കച്ചവടം. ഇങ്ങനത്തെ വാഗ്വണിക്കുകൾ കാപട്ടികന്മാർ ഉണ്ടാക്കി വെച്ചതിനെയാണ് ശ്രുതി എന്ന് പറഞ്ഞ് കൊണ്ടാടുന്നത്. എന്നിട്ട് ശ്രുതിപാർഷദമായ അനുമാനം മാത്രമാണ് സ്വീകാര്യം, അല്ലാത്തത് സ്വീകാര്യമല്ല എന്നും പറഞ്ഞു. വക്താവിൽ നിന്ന് പ്രാമാണ്യം കിട്ടണം ശബ്ദപ്രമാണത്തിന്. അങ്ങനെ ശബ്ദപ്രമാണത്തിന്റെ പാർഷദമായത് അനുമാനം വേണം. ഇതാണ് കപടശാസ്ത്രത്തിന്റെ വാദം. ഇതെല്ലാം ചതിയാണ് എന്ന് തിരിച്ചറിയണം. ഇത് പ്രമയിലേക്കുള്ള വഴിയല്ല, ഇത് ഭ്രമത്തിലേക്കുള്ള വഴിയാണ്, തെറ്റിദ്ധാരണകളിലേക്കുള്ള വഴിയാണ്. തെറ്റിദ്ധാരണകളാണെന്ന് ഭാരതത്തെ ഭരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിലെ ശാസ്ത്രജ്ഞന്മാർ പോലും ഈ കപടശാസ്ത്രങ്ങളുടെ പിന്നാലെ പോകുന്നത്. കപടശാസ്ത്രങ്ങളൊന്നും അവർ വിജ്ഞാനം പഠിച്ച ബുദ്ധി കൊണ്ട് അവർ പഠിച്ചുണ്ടാക്കിയതല്ല. ബോധമനസ്സാണ് ഈ വിജ്ഞാനം ആർജിച്ചത്. കപടശാസ്ത്രങ്ങൾ ഉപബോധ മനസ്സിലേക്ക് നേരെ പോണതാണ്. ബോധമനസ്സ് കൂടി കടന്നുപോയില്ല. അത് ബോധമനസ്സ് കടന്നുപോയി സെൻസർ ചെയ്യപ്പെടും, അവിടെ ഉപേക്ഷിക്കപ്പെടും, പിന്തള്ളപ്പെടും, അതിനകത്തേക്ക് വരില്ല. അപ്പൊ ബോധമനസ്സിനെ ഉറക്കിക്കിടത്തി ഉപബോധ മനസ്സിലേക്ക് ആക്കുകയാണ്. അങ്ങനെ ഉപബോധ മനസ്സിൽ കയറി പറ്റിയ
ആശയങ്ങൾ, തെറ്റിദ്ധാരണകൾ, ഭ്രാന്തികൾ, വിപരീത ധാരണകൾ ഒരു സെൻസറിങ്ങും കൂടാതെ സുഖമായിട്ട് അവിടെ ജീവിക്കും. മന്ത്രിമന്ദിരത്തിലും MLA മന്ദിരത്തിലും ചെന്ന് പറ്റിയ കുറ്റവാളികളെ പോലെ പോലീസിനെ പേടിക്കാതെ, നിയമത്തെ പേടിക്കാതെ, നാട്ടുകാരെയും പേടിക്കാതെ ക്രിമിനൽ കഴിഞ്ഞുകൂടുമല്ലോ. അതുപോലെ നമ്മുടെ ഉപബോധ മനസ്സിൽ ഈ മിഥ്യാജ്ഞാനങ്ങൾ, വിപരീത ജ്ഞാനങ്ങൾ ജീവിക്കുകയാണ്. അത് ഉപബോധ മനസ്സിലേക്ക് നേരിട്ട് പോയതാണ്. അതിനെയാണ് മതം എന്ന് വിളിക്കുന്നത്. മതത്തിന്റെ ശക്തി എന്താ? മതത്തിന്റെ ശക്തി അത് ഉപബോധത്തിൽ നിന്ന് പ്രവർത്തിക്കുന്നു എന്നതാണ്. ബോധ മനസ്സിലേക്ക് വന്ന ആ ക്ഷണം നശിച്ചു. അതിന് പിന്നെ ഒരു നിമിഷം ജീവിക്കാൻ പറ്റില്ല. തീർന്നു കഥ. അത് ഉപബോധ മനസ്സിൽ നിന്നാണ് പ്രവർത്തിക്കുന്നത്. സബ് കോൺഷ്യസ് മൈൻഡിലാണ് ധരിക്കുന്നത്. ഈ സബ് കോൺഷ്യസ് മൈൻഡാണ് പലപ്പോഴും നമ്മുടെ പ്രവൃത്തികളെ നിയന്ത്രിക്കുന്നത്, ബോധ മനസ്സല്ല. ജീവിതത്തെ നിയന്ത്രിക്കുന്നത് പ്രധാനമായിട്ട് ബോധ മനസ്സ്. ബോധ മനസ്സാണ് ജീവിതം എത്രയോ ഭംഗിയായ ഇന്നത്തേക്കാൾ. എത്രയോ കുറ്റകൃത്യങ്ങൾ കുറഞ്ഞിരുന്നേനെ, എത്രയോ അബദ്ധങ്ങൾ കുറഞ്ഞേനെ, ഉപബോധ മനസ്സ് എവിടെയും കയറി പ്രവർത്തിക്കും. ഇതാണ് എല്ലാ ബുദ്ധിമാന്മാരിലും ജ്ഞാനികളിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രകൃതിമ്യാന്തി ഭൂതാനി നിഗ്രഹ കിം കരിഷ്യതി എന്ന് ചോദിച്ചത് വാസ്തവത്തിൽ ഈ അർത്ഥത്തിലാണ് മനസ്സിലാക്കിയത്. ഇങ്ങനെ ഒരു ദുരവസ്ഥ മനുഷ്യ വംശത്തിന് ഉണ്ട്. ആ ദുരവസ്ഥയിൽ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുന്ന നിവൃത്തികളുടെ മറ്റുള്ളവരെ രക്ഷപ്പെടുത്താനും സാധിക്കും. ആ ദുരവസ്ഥ ഉണ്ടാക്കാൻ ഉപയോഗിച്ച ഉപകരണങ്ങളിൽ ഏറ്റവും പ്രധാനമായതാണ് ഈ ശബ്ദപ്രമാണം എന്ന് പറയുന്നത്. അതാണ് ശബ്ദപ്രമാണത്തിന്റെ ഏകാന്തമായ മഹത്വം. സർവപ്രമാണ വിരുദ്ധമായിട്ട് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് അതെല്ലാം പരമപ്രമാണമാണ് എന്ന് പ്രചരിപ്പിക്കുക, അത് ചോദ്യം ചെയ്ത് അംഗീകരിക്കാൻ വേണ്ടി ഉപബോധ മനസ്സിനെ ആശ്രയിക്കുക. ഹിപ്നോട്ടൈസ് ചെയ്തിട്ടൊക്കെയാണ് പലതും കേട്ടണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അല്ലെങ്കിൽ ഇതൊക്കെ കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഇത് തട്ടിപ്പാണ്. ഇത് പലതരത്തിലാണ് ഇത് അംഗീകരിപ്പിക്കുക. ഒന്ന് ഹിപ്നോട്ടിസ് ആണ്, മറ്റേത് അക്രമമാണ്. രണ്ടു വഴിയാണ് പ്രധാനം. ഹിംസാമാർഗത്തിൽ പോകുന്നവർ ഹിപ്നോട്ടിസ് ഉപയോഗിക്കും, ഹിംസാമാർഗികൾ അക്രമം ഉപയോഗിക്കും. ഇത് രണ്ടും മതങ്ങളിൽ സുലഭമായിട്ട് കാണാം. എല്ലാ മതങ്ങളും ഒന്നുകിൽ ഹിപ്നോട്ടിസ് ചെയ്യുന്ന മതങ്ങൾ, അല്ലെങ്കിൽ അക്രമം ചെയ്യുന്ന മതങ്ങൾ. രണ്ടിലൊന്നു കൂടാതെ ഒരു മതത്തിനും പ്രചരിക്കാൻ പറ്റില്ല. ഒരു മതവും ആരും അംഗീകരിക്കില്ല. കാരണം കേൾക്കുമ്പോൾ തന്നെ അവധാനം മനസ്സിലാവും. ഇതാണ് ശബ്ദപ്രമാണത്തെ സംബന്ധിച്ചുള്ള ചില പരമാർത്ഥങ്ങൾ. 10 ഇവിടെ നിർത്താം. ശബ്ദപ്രമാണം ഇനിയും ചിന്തിക്കാനുണ്ട്. അവസാനം നമുക്ക് ഈ ന്യായശാസ്ത്രത്തിൽ ഉണ്ടായിരുന്നിരിക്കാൻ ഇടയുള്ള മൂല ലക്ഷണ സൂത്രം എന്താണ് എന്ന് വരെ ചിന്തിക്കണം. നിർദോഷമായ ഒരു ലക്ഷണം ഈ ശബ്ദപ്രമാണത്തിന് കണ്ടെത്തണമല്ലോ. അപ്പൊ അതുവരെ ആണ് അടുത്ത ക്ലാസ്സിൽ ചിന്തിക്കാം.